നമുക്ക് അതിന്റെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾക്കറിയാവുന്ന പോലെ കേരള സഹകരണ നിയമം 15/5/1969 നിലവിൽ വന്നത്. ആക്ട് നിലവിൽ വന്നത് 15/5/1969 റൂൾസ് ആണെങ്കിൽ 14/7/69 പ്രാബല്യത്തിൽ വന്നു. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 15/5/69 നിലവിൽ വന്നത്. ആക്ടില് 1 മുതൽ 110 വരെയുള്ള സെക്ഷൻസ് 16 ചാപ്റ്ററായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടില് 1 മുതൽ 110 വരെ ഉള്ള സെക്ഷൻസ് 16 ചാപ്റ്ററായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സിലബസിൽ ആക്ട് ആൻഡ് റൂൾസിന് 15 മാർക്കാണുള്ളത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറഞ്ഞ 15 മാർക്കിനാണ്. അതിലെ ഒരു 5 ചാപ്റ്ററുകൾ എടുക്കുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണ സാറാണ്. 1, 2, 3, 4, 5 എന്നുള്ള 5 ചാപ്റ്ററുകൾ എടുക്കുന്നത് ഉണ്ണി സാറാണ്. അത് ഏകദേശം നിങ്ങൾക്ക് തുടങ്ങിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് 5 ചാപ്റ്റർ, ആദ്യത്തെ 5 ചാപ്റ്റർ. അതിനുശേഷമുള്ള ടോപ്പിക്കാണ് എൻ്റെ പരിധിയിൽ വരുന്നത്. 6, 7, 8, 9, 10, 11, 12, 13 വരെയുള്ള ചാപ്റ്ററുകൾ. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞങ്ങ് പോകാം. അല്ല, ആക്ടില് നിങ്ങൾ ഈ പറഞ്ഞ 1 മുതൽ 110 വരെയുള്ള സെക്ഷൻസ് പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെയൊന്നും വേണ്ട. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മൾ ഓർത്തിരിക്കണം, അത്രയാണ്. നമ്മളിന്ന് തുടങ്ങുന്നത് 5 വരെയാണ് മറ്റൊരു അധ്യാപകൻ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അവിടുന്ന് തുടങ്ങുന്നത് 7 എന്നുള്ള ചാപ്റ്ററാണ്. സഹകരണ സംഘങ്ങളുടെ സ്വത്തുക്കളും ഫണ്ടുകളും എന്നുള്ളതാണ്. 6 വലിയ പ്രാധാന്യമുള്ള ചാപ്റ്റർ അല്ല. 6 ഞാൻ എടുക്കും, അതിന് ശേഷം നമുക്ക് എടുക്കാം. 7-ന് ശേഷം. 7ആകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്ഷൻ 7ാമത്തെ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സഹകരണ സംഘങ്ങളുടെ സ്വത്തുക്കളും ഫണ്ടുകളും എന്നാണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതാണ്. എന്താണ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. ആ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 1 മുതൽ 110 വരെ ഉള്ള സെക്ഷൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലുണ്ട്. ഇതിൽ 55ാമത്തെ വകുപ്പാണ് ഈ നിങ്ങളുടെ 7ാമത്തെ ടോപ്പിക്കിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞത്. ഓക്കെ, 55ാമത്തെ വകുപ്പാണ് 55ാമത്തെ സെക്ഷനാണ് ഈ പറഞ്ഞ ചാപ്റ്റർ 7 തുടങ്ങുന്നത്. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മലയാളത്തില് സഹകരണ സംഘങ്ങളുടെ സ്വത്തുക്കളും ഫണ്ടുകളും എന്നുള്ളതാണ്. നമ്മളപ്പോൾ അതിനകത്ത് സെക്ഷൻ 55ലേക്കും 56ലേക്കും പ്രധാനപ്പെട്ടതിലേക്ക് ഇന്ന് പോകുന്നു. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് 56. അതിനു മുമ്പായിട്ട് ഞാൻ പക്ഷേ 55 വന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ശ്രദ്ധിക്കുക, സെക്ഷൻ 55, വകുപ്പ് 55. 1, 2, 3 ക്രമത്തിൽ വകുപ്പ് പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ ചില വകുപ്പുകൾ ഓർത്തിരുന്നേ പറ്റൂ. ഉദാഹരണം, അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വകുപ്പ് ഓർത്തിരിക്കണം, സെക്ഷൻ 56. 55 അത്ര പ്രാധാന്യമുള്ള അത്ര പ്രധാനപ്പെട്ട ഒരു വകുപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. എങ്കിലും നമ്മൾ 55ഉം 56ഉം പഠിക്കണം. 56ആണ് ഓർത്തിരിക്കേണ്ടത്. 55ലേക്ക് നമ്മൾ പോകുന്നു. 55 പറയുന്നു ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് എന്നാണ്. മനസ്സിലായ? സെക്ഷൻ 55 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിന്റെ ഫണ്ട് വിഭജിക്കരുത് എന്നാണ്. ഒരു സഹകരണ സംഘത്തിന്റെ ഫണ്ട് വിഭജിക്കരുത്. ഇവിടെ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മണി ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റീസിന്റെ പണമാണ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ 7ാമത്തെ ചാപ്റ്ററിൽ സഹകരണ സംഘങ്ങളുടെ 7ാമത്തെ ചാപ്റ്ററിൽ സഹകരണ സംഘങ്ങളുടെ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള 7ാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ വകുപ്പ് 55ആണ്. സെക്ഷൻ 55, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ഫണ്ട് വിഭജിക്കരുത്. ഏത് ഫണ്ട് വിഭജിക്കരുതെന്നാ ശ്രദ്ധിക്കുക. ഒരു സഹകരണ സംഘത്തിൽ
വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഇത്രേ ഉള്ളൂ, വേറൊന്നും ആ വകുപ്പിനകത്തില്ല. ആ പടെ പഠിക്കേണ്ട ഒറ്റ കാര്യം, ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് ഡാഷ് നെറ്റ് പ്രോഫിറ്റ്, അറ്റ ലാഭം മാത്രമായിരിക്കും. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഓൺലി ഫണ്ട് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. ദ ഓൺലി ഫണ്ട് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഇത്രേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് എനിക്കൊരു ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്ഷൻ 56 പോകും. നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്ഷൻ 56 പോകുന്നു. ശ്രദ്ധിക്കുക, നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ 55 എന്താ പറയുന്നത്? ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഒരു സഹകരണ സംഘത്തിലെ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. നെറ്റ് പ്രോഫിറ്റ് ഒഴികെയുള്ള ഒരു ഫണ്ടും വിഭജിക്കരുത്. അതാണ് 55 പറഞ്ഞത്. അല്ല എല്ലാ ഫണ്ടും വിഭജിക്കരുതെന്ന് 55 പറഞ്ഞില്ല. 55 പറയുന്നു ദ ഓൺലി ഫണ്ട് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം എന്നുള്ളതാണ് സെക്ഷൻ 55 പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ അവിടെ. സെക്ഷൻ 55 ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഫണ്ട് വിഭജിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിലെ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. നെറ്റ് പ്രോഫിറ്റ് അവിടെ ഒഴികെ അവിടെ ഒരുപാട് ഫണ്ട് ഇരിപ്പുണ്ട്. റിസർവ് ഫണ്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫണ്ട് ഇരിപ്പുണ്ട്. ആ ഫണ്ടൊന്നും എടുത്ത് വിഭജിക്കരുത്. വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. എവിടെ പറയുന്നു? സെക്ഷൻ 55. എത്രയേ ഉള്ളൂ. ഓക്കെ, അല്ല സെക്ഷൻ 55 വേറൊന്നുമില്ല, ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ് ഇതാണ്, ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഓൺലി ഫണ്ട് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. ഒരു സഹകരണ സംഘത്തിലെ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ദ ഓൺലി ഫണ്ട് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ നെറ്റ് പ്രോഫിറ്റ്. വേറൊരു സെന്റൻസിൽ പറഞ്ഞാൽ മനസ്സിലാൽ, നോ ഫണ്ട് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എക്സെപ്റ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഒഴിച്ചുള്ള ഒരു ഫണ്ടും വിഭജിക്കരുത്. ഇത്രയേ ഉള്ളൂ, അല്ല അതിനകത്തൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് ചില കഥകൾ പറയുന്നു. അതെന്താണെന്നൊന്ന് കേൾക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഒന്ന്. അടുത്തത്, നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം പൊതുയോഗത്തിന്. ദ അതോറിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ ജനറൽ ബോഡി. ഒരു സഹകരണ സംഘത്തിൽ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം പൊതുയോഗത്തിനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഏത് മീറ്റിംഗിൽ വെച്ചാണ് നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത്? യൂഷ്വലി നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചാണ്. ഓക്കെ, ഇപ്പൊ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സെക്ഷൻ 55 പറയുന്നു ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട്, ഫണ്ട് മീൻസ് മണി ഓഫ് എ സൊസൈറ്റി, ഏത് മാത്രമോ? നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഓക്കെ, അങ്ങനെയെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം പൊതുയോഗത്തിന്. ഓക്കെ, സാധാരണഗതിയിൽ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് വാർഷിക പൊതുയോഗത്തിൽ വെച്ച്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചാണ് നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത്. ഓക്കെ, അടുത്തത്, നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് ആക്ടിനനുസരിച്ച്, റൂൾസിനനുസരിച്ച്, ബൈലോയ്ക്കനുസരിച്ച്. ഏതാ ശരി? ബൈലോയ്ക്കനുസരിച്ച്. ഒരു സഹകരണ സംഘത്തിലെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് ബൈലോയ്ക്കനുസരിച്ച്. ഒന്നുകൂടി, ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. എവിടെ പറയുന്നു? വകുപ്പ് 55. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം പൊതുയോഗത്തിന്. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് ബൈലോയ്ക്കനുസരിച്ച്. ഏത് മീറ്റിംഗിൽ വെച്ചാണ് നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത്? വാർഷിക പൊതുയോഗം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്.
നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് ബൈലോയ്ക്കനുസരിച്ച്. ഓക്കെ, ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ പൊതുയോഗം ചേർന്നില്ല, അതുകൊണ്ട് വിഭജിക്കാൻ കഴിഞ്ഞില്ല, എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വിഭജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, UDP എന്ന് പറയും. UDF എന്നല്ല, LDF UDF വേറെ കക്ഷികൾ, അതവിടെ നിൽക്കട്ടെ. ഇതിനെ വിളിക്കുന്ന പേര് UDP എന്നാണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഇൻ മലയാളം വിഭജിക്കാത്ത ലാഭം എന്നാണ്. വിഭജിക്കാത്ത ലാഭം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നാണ്. എന്താണ്? ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അല്ലേ? ഇൻ മലയാളം വിഭജിക്കാത്ത ലാഭം എന്നാണ്. അടുത്തത്, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്നത് DCA. നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്ന ആരാ? DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കേരളത്തിന്റെ സഹകരണ ഡയറക്ടർ ശ്രീമതി ഷെറിൻ ആണ് ഇപ്പോഴും. IAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ആണ്. മനസ്സിലായ? നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്നത് DCA ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. DCA ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇപ്പോഴത്തെ DCയുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ശ്രീമതി ഷെറിൻ, IAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥയാണ് ശ്രീമതി ഷെറിൻ. മനസ്സിലായി? ആ ഉദ്യോഗസ്ഥയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞോ, അസറ്റ് ആണ് ലയബിലിറ്റി ആണ്? കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് നെറ്റ് പ്രോഫിറ്റ് അസറ്റ് ആണ് ലയബിലിറ്റി ആണ്? എന്താണ്? പറഞ്ഞോ. അതുകൊണ്ട് ലയബിലിറ്റി ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് ആയിരിക്കും. ആണോ? അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. സോറി, നെറ്റ് ലോസ് അസറ്റ് ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, എത്രയാണ് എനിക്ക് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യം? ഞാനൊന്നൊരു ആവർത്തിക്കും, ശ്രദ്ധിക്കാം. ഇതിന് എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ചോദിക്കുന്നെങ്കിൽ എന്ന് വെച്ചാണ്. അപ്പൊ സെക്ഷൻ 55 മുതലാണ് നമ്മൾ ഇന്ന് ക്ലാസ് ആരംഭിച്ചത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 1 മുതൽ 16 വരെയുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ മനസ്സിൽ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയത്. 8ാമത്തെ ചാപ്റ്ററിന്റെ പേര് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് FUNDS ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുടെ പ്രോപ്പർട്ടീസും ഫണ്ട്സും എന്നാണ്. അതിൽ ആദ്യത്തെ വകുപ്പാണ് വകുപ്പ് 55, സെക്ഷൻ 55. അതിലൊറ്റ കാര്യം പറയുന്നുണ്ട്, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് എന്നാണ് ഹെഡിങ്. 55ന്റെ ഹെഡ്ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. എല്ലാ ഫണ്ടും എടുത്ത് വിഭജിക്കരുത്, വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. എവിടെ പറയുന്നു? സെക്ഷൻ 55-ൽ. അത്രയേ ഉള്ളൂ. ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ വീതിക്കും അത് അടുത്ത വകുപ്പിൽ പറയും. അതായത് 56, അതവിടെ നിൽക്കട്ടെ. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. എവിടെ പറയുന്നു? 55. അത്രയേ ഉള്ളൂ. ഞാൻ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് ചില കഥകളാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറിച്ചെടുത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഈ ബുക്കിനകത്ത് ഇതിനകത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. അഥവാ ആരെങ്കിലും അങ്ങനെ ഒബ്ജക്റ്റീവിന് വല്ല ഇട്ടാൽ നമുക്ക് തെറ്റരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നുകൂടെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കും. ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് മീൻസ് മണി ഓഫ് എ സൊസൈറ്റി എന്നാണ്. ഓക്കെ, ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ഫണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാത്രം. എവിടെ പറയുന്നു? സെക്ഷൻ 55-ൽ, 56-ലല്ല. 56-ൽ വിഭജിക്കുന്ന കാര്യമോ? അപ്പൊ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ വിഭജിക്കാൻ പറ്റൂ എന്നെവിടെ പറയുന്നു? സെക്ഷൻ 55-ൽ. ഒരു സഹകരണ സംഘത്തിൽ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം ആർക്കാണ്? പൊതുയോഗത്തിന്.
നെറ്റ് പ്രോഫിറ്റ് വീതിക്കുന്നത് ഏത് മീറ്റിംഗിൽ വെച്ചാണ്? വാർഷിക പൊതുയോഗം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ്. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് ഡാഷ്, നിയമത്തിനനുസരിച്ച്, ചട്ടത്തിനനുസരിച്ച്, നിയമാവലിക്കനുസരിച്ച്. ഉത്തരം നിയമാവലിക്കനുസരിച്ച്, ബൈലോയ്ക്കനുസരിച്ച്. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്ന ബൈലോയ്ക്കനുസരിച്ച്. ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വിഭജിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വിഭജിച്ചില്ലെങ്കിൽ അതിന്റെ പേരാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. വിഭജിക്കാത്ത ലാഭം എന്നാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതൊക്കെയാണ് നമ്മുടെ ഓഡിറ്റർമാർ വന്ന് ഇങ്ങനെ വിഭജിച്ചില്ലെങ്കിൽ അത് ഒബ്ജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതെങ്ങനെ ഡ്യൂബൈ എന്നുള്ള ഐറ്റത്തിലൊക്കെ ഉൾക്കൊള്ളിച്ചിടും. അതോടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് വിഭജിച്ചില്ലെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ മനസ്സിൽ എഴുതും. UDP എന്നാണ് പറയുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് മനസ്സിലാൽ കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റിൽ മനസ്സിലാൽ ലൈബിലിറ്റി ആണ്. ഓക്കെ, പ്രോഫിറ്റ് ലൈബിലിറ്റി ആണ്. നെറ്റ് ലോസ് അസറ്റും ആയിരിക്കും. ഓക്കെ, ലോസ് അസറ്റും ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നതിനെ കുറിച്ച് കേരള സഹകരണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് 56. സഹകരണ സംഘത്തിലെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. ഇപ്പൊ ഓഡിറ്റിംഗ് ടീമാണ്, ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ഓഡിറ്ററാണ്. വിത്ത് അതോറിറ്റി ടു സർട്ടിഫൈ നെറ്റ് പ്രോഫിറ്റ്. DCA എവിടെ പറയുന്നു? നമ്മൾ ഡെഫിനേഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 2-ലെയും റൂൾ 2-ലെയും ഡെഫിനേഷൻ നിങ്ങളെ ആ സാറ് പഠിപ്പിക്കും, ഉണ്ണി സാർ പഠിപ്പിക്കും. അപ്പൊ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആസ് മേ ബി സർട്ടിഫൈഡ് ബൈ ദ DCA എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആസ് മേ ബി സർട്ടിഫൈഡ് ബൈ DCA എന്ന് സാറ് പഠിപ്പിക്കും. ഓക്കെ, അല്ലെ നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാന്ന് ചോദിച്ചാൽ DCAക്കാണ്. ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 55 പരമാവധി ചോദിക്കാവുന്നു. ചോദിക്കാൻ സാധ്യതയുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സഹകരണ സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കാനുള്ള അധികാരം ആർക്കാണ്? പൊതുയോഗത്തിന്. നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? DCA. മനസ്സിലായി? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാനുള്ള സാധ്യതയുള്ള രണ്ട് കാര്യം. പിന്നെ സഹകരണ ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാം, ലൈബിലിറ്റി ആണ്. ഇത്രേ ഉള്ളൂ. പിന്നെ പുറത്തുള്ള ചോദ്യം ചോദിക്കില്ല, എങ്കിലും നമ്മൾ അതിന്റെ ഒരു സാധ്യത വെച്ചിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ചോദിക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടോ, സ്പീഡുണ്ടോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും പറഞ്ഞു? നേരത്തെ പറ. വേണ്ട, പറയേണ്ട കാര്യമില്ല. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ലൈബിലിറ്റി ആവണം ചോദിക്കുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹകരണ സംഘത്തിൽ നമ്മൾ നേടിയെടുത്ത പ്രോഫിറ്റ് മനസ്സിലായി. ഈ പറയപ്പെടുന്ന സെക്ഷൻ 56 പറഞ്ഞിരിക്കുന്ന മനസ്സിലായി കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം ലാഭവീതം ഉൾപ്പെടെ നമ്മൾ ആർക്ക് കൊടുക്കാനുള്ള, നമ്മുടെ ഉടമസ്ഥന്മാരാകുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. സംഘത്തെ സംബന്ധിച്ചാലും ആരെ സംബന്ധിച്ചാലും കിട്ടാനുള്ളതെല്ലാം അസറ്റാണ്, കൊടുക്കാനുള്ളതെല്ലാം ലൈബിലിറ്റിയാണ്. മനസ്സിലായി? ഓക്കെ, മനസ്സിലായി? ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. അക്കൗണ്ടൻസിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടാണ് എന്നാണ് അക്കൗണ്ടൻസിയുടെ സമീപനം. പിന്നെ നിങ്ങൾ പഠിപ്പിച്ചതാണോന്ന് എനിക്ക് അറിയത്തില്ല, പഠിപ്പിച്ചതാണ്. എന്നെ വിളിക്കുന്ന പേരാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇതാണ്. മനസ്സിലായി? ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടാണ്. ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. മലയാളത്തിൽ പറയുന്ന പോലെ അത് ഇത് റേ എന്നൊക്കെ പറയും. അതുള്ള കാര്യം ഇത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബിസിനസ്സും ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അക്കൗണ്ടൻസിയുടെ കോൺസെപ്റ്റ് പഠിപ്പിച്ചായിരുന്നോ? അക്കൗണ്ടിങ് കോൺസെപ്റ്റ് തുടങ്ങിയോ? എനിക്കറിയത്തില്ല, അതാ വെച്ച് തുടങ്ങി. അതിലിങ്ങനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞില്ലേ? ഇത് തന്നെ മണി മെഷർമെന്റ് കോൺസെപ്റ്റാ പറഞ്ഞിരുന്നു. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സഹകരണ സംഘത്തിൽ പണത്തിന്റെ രൂപത്തിൽ നിർവചിക്കാൻ പറ്റുന്ന മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറഞ്ഞോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നത് സെക്ഷൻ 56-ലേക്ക്.
വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 56. എന്താ സെക്ഷൻ 56 എന്ന് ചോദിച്ചാൽ സംഘത്തിന്റെ ലാഭവിവേചനം. അത്ര ലാഭം വിവേചിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു. ലാഭം ആരാ വിവേചിക്കുന്നത് നിങ്ങൾക്കറിയാം. പൊതുയോഗോ ഏത് മീറ്റിംഗിൽ വെച്ചാൽ വാർഷിക പൊതുയോഗത്തിൽ വെച്ച അല്ലെ ലാഭം വിവേചിക്കുന്ന ബൈലോയ്ക്ക് അനുസരിച്ച DCA ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ് സർട്ടിഫൈ ചെയ്യുന്നത്. ആ സർട്ടിഫൈ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ വിവേചിക്കുന്നത്. അങ്ങനെ വിവേചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, വിവേചിക്കാത്ത ലാഭം. അത് പിന്നീട് പൊതുയോഗം ചേർന്ന് വിവേചിച്ചേ പറ്റൂ. എത്രയാണ് ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് ഉൾപ്പെടെ നമ്മുടെ മെമ്പർമാർക്ക് കൊടുക്കുന്നത്. നമ്മൾ അതിലേക്കാണ് ആദ്യം വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. കേരള സഹകരണ നിയമത്തിൽ നിന്നും മനസ്സിലായി വകുപ്പ് എടുത്ത് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ അല്ലെ തിരിച്ചു ചോദിക്കുക സെക്ഷൻ 56 ഡീൽസ് വിത്ത് ഡാഷ്. ഒരു സഹകരണ സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വിഭജനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 56. അല്ലെ തിരിച്ചു ചോദിക്കും വകുപ്പ് 56 എന്തിനെ പ്രതിപാദിക്കുന്നു? ലാഭവിവേചനം. വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലൊന്നാണ് 56. ഇപ്പോഴേ പഠിച്ചോണം, നാളത്തേക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല. ഒരു സഹകരണ സംഘത്തിന് നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് വകുപ്പ് 56 അനുസരിച്ചാണ്. വകുപ്പ് 56 ആണ്. പക്ഷെ ഒരു സംഘത്തിലെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് അവരുടെ ബൈലായ്ക്ക് അനുസരിച്ചാണ്. മനസ്സിലായ? നമ്മുടെ ഈ കേരള സഹകരണ നിയമത്തിൽ എല്ലാത്തരം സഹകരണ സംഘങ്ങളുടെയും കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയാൻ പറ്റത്തില്ല. പകരം ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കും ഒരു സംഘത്തിന്റെ അറ്റ ലാഭം എങ്ങനെ വിഭജിക്കണമെന്ന്. അതാണ് 56. അതിന് പ്രകാരം നമ്മുടെ ബൈലോ നമ്മുടെ ബൈലോ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഭരണഘടനയാണ് ബൈല. അതിനകത്തില്ലാത്ത ഒന്നും ചെയ്തുകൂടാ, അതിനകത്തുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ബൈല എപ്പോഴും എന്തിനും അനുസരിച്ചായിരിക്കണം, നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചായിരിക്കണം. നിയമവും ചട്ടവും നിയമാവലിയും ബൈലോയും തമ്മിലൊരു തർക്കം വന്നാൽ നിയമം നിലനിൽക്കും. മനസ്സിലായ? സംഘത്തിന്റെ ബൈല എപ്പോഴും ആക്ടിനും റൂളിനും അനുസരിച്ചായിരിക്കും. കൂടാതെ രജിസ്ട്രാറുടെ കാലാകാലങ്ങളിലുള്ള സർക്കുലർ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ബൈല രജിസ്റ്റർ ചെയ്തു. ആരാ ബൈല രജിസ്റ്റർ ചെയ്യുന്ന? രജിസ്ട്രാർ. എപ്പോഴാണ് ബൈല രജിസ്റ്റർ ചെയ്യുന്നത്? സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ. പിന്നീട് അതിനകത്ത് ഭേദഗതി വന്നാലോ സെക്ഷൻ 12 റൂൾ 9 അനുസരിച്ച് നമ്മൾ നിയമാവലി ഭേദഗതി ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ ഉണ്ണി സാർ പഠിപ്പിക്കും, നമ്മളങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു സഹകരണ സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ വിഭജിക്കും? എത്രയുണ്ട് ശ്രദ്ധിക്കുക. ആദ്യം 15% കുറയാത്ത തുക കരുതൽ ധനത്തിലേക്ക് മാറ്റും. നോട്ട് ലെസ് ദാൻ 15% ടു റിസർവ്. നോട്ട് ലെസ് ദാൻ 15% ടു റിസർവ് ഉണ്ട്. 15% കുറയാത്ത തുക കരുതൽ ധനത്തിലേക്ക് മാറ്റും. ഓക്കെ, ഇതാണ് ആദ്യം. നെറ്റ് പ്രോഫിറ്റ് വന്നാൽ 100 രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 100ന് 15%, 15 രൂപയിൽ കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ചോദ്യം, എല്ലാ സഹകരണ സംഘങ്ങളും റിസർവ് ഫണ്ടിലേക്ക് മാറ്റണോ? പറഞ്ഞു. എല്ലാ സഹകരണ സംഘങ്ങളും റിസർവ് ഫണ്ടിലേക്ക് മാറ്റണോ? വേണം. വേറെ ഉത്തരം? വേണ്ട. എല്ലാ സംഘങ്ങളും വേണ്ട. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടേ മാറ്റിയാ പോരെ? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടേ മാറ്റിയാ മതിയല്ലോ. നെറ്റ് ലോസിലാന്നേ മാറ്റണം. വേണം? വേണ്ട. കറണ്ട് ഇയർ പ്രോഫിറ്റേ ഉള്ളന്നിരിക്കട്ടെ, നെറ്റ് പ്രോഫിറ്റ് ഇല്ല, മാറ്റണോ? വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ലാഭം നെറ്റ് പ്രോഫിറ്റ് മാത്രം. അത്രേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതി, നെറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിലോ മാറ്റണ്ട. അത്രേ ഉള്ളൂ കാര്യം. പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതാണ് റിസർവ് ഫണ്ട്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവിടെ റിസർവ് ഫണ്ട് ഇല്ല. അത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. എല്ലാ സംഘവും മാറ്റണോ? വേണ്ടാന്നേ. ആര് മാത്രം മാറ്റിയാൽ മതി? നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം മാറ്റിയാൽ മതി. അത്രേ ഉള്ളൂ. 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. ഇപ്പൊ ഒരു സഹകരണ സംഘത്തിൽ 25% തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു. നടപടി ശരിയാണ് തെറ്റാണ്? ശരിയാണ്. 15% കുറയരെന്ന് പറഞ്ഞാൽ 25 ആകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത് അവരുടെ ബൈലോയ്ക്ക് അനുസരിച്ചാണ്. മനസ്സിലായ? അവരുടെ ബൈലോയിൽ എത്ര എഴുതി വെക്കാൻ പറ്റൂ? 15 അതിന് മുകളിലോ എഴുതി വെക്കാൻ പറ്റൂ?
14% എന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. ആ ബൈല നിയമവിരുദ്ധമാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്ന ബൈലോയ്ക്ക് അനുസരിച്ചാണ്. ആദ്യം റിസർവ് ഫണ്ടിലേക്ക് പോകുന്നു. റിസർവ് ഫണ്ട് 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. എല്ലാ സംഘവും റിസർവ് ഫണ്ടിലേക്ക് മാറ്റണോ? വേണ്ടെന്നേ. നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ ഓക്കെ എത്രയാണ്? ഇതാണ് റിസർവ് ഫണ്ട്. ഇനി ഈ റിസർവ് ഫണ്ട് സംഘത്തിൽ മാറ്റുന്ന തുക സംഘത്തിൽ തന്നെ ഇരുന്നാൽ മതിയോ? പോരാ, അത് ഇൻവെസ്റ്റ് ചെയ്യണം. ആ തുക ഇൻവെസ്റ്റ് ചെയ്യണം, നിക്ഷേപിക്കണം. എവിടെ നിക്ഷേപിക്കും? നമ്മുടെ മിക്കവാറുള്ള എല്ലാ ബാങ്കിന്റെ കേസിലും മനസ്സിലായി നിക്ഷേപിക്കുന്നത് കേരള ബാങ്കില്. കേരള ബാങ്ക്. ഓക്കെ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിക്ഷേപിക്കുക. റിസർവ് ഫണ്ട് അക്കൗണ്ട് നമ്പർ 10 എന്നും പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നിക്ഷേപിക്കും. നിക്ഷേപിച്ചാൽ അതിന്റെ പേരോ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ്. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് എന്നാണ്. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. നമ്മളെ സംബന്ധിച്ച് ആ തുക കിട്ടാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിൽ നിന്ന് കിട്ടാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. പറഞ്ഞ ഉത്തരം കിട്ടാനുള്ളതാണ്. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് അസറ്റ് ആണ്, ലൈബിലിറ്റി ആണ്. അങ്ങനെ കിട്ടാനുള്ളതല്ലേ, അത് തന്നെ. ഇതാണ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് അസറ്റ് ആണ്. നമുക്ക് ബാങ്കിൽ ഒരു പൈസയുടെ ക്ഷാമം വരുമ്പോൾ ഇതിഞ്ഞ് പിൻവലിക്കാവുന്നേ? പറ്റത്തില്ല. ഉത്തരം ബാങ്കിലെ പൈസയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരെ പിൻവലിക്കാം. പറ്റില്ല. ഏതാണ് ശരി? പറ്റില്ല. അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല. കാര്യം ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്തിനാ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ടു മീറ്റ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് പേര് സൂചിപ്പിക്കും പോലെ കരുതൽ ധനം കരുതി വച്ചിരിക്കുന്നത്. എത്രയുണ്ട്? നമ്മുടെയൊക്കെ വീട്ടിൽ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണിനെ കെട്ടിക്കേണ്ട കാര്യമില്ല, അവരങ്ങ് പൊയ്ക്കോളും. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പെണ്ണിനെ കെട്ടിപ്പിക്കാൻ വേണ്ടി മനസ്സിലായി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയെന്ന് വീട്ടിൽ മീൻ മേടിക്കാൻ പൈസ ഇല്ലെന്നും പറഞ്ഞാൽ നമ്മൾ പൈസ എടുക്കത്തില്ല. അതിലത്തൊന്ന് കടം മേടിച്ചാൽ അതിൻ്റെ അന്ന് എടുക്കത്തില്ല. അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ റിസർവ് ഫണ്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ടു മീറ്റ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് പേര് സൂചിപ്പിക്കും പോലെ കരുതൽ ധനം കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിന്റെ ദൈനംദിന കാര്യത്തിന് വിനിയോഗിച്ച് കൂടാ. പക്ഷേ രജിസ്ട്രാറുടെ അനുമതി ഉണ്ടെങ്കിൽ 50% വരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക പിൻവലിച്ച് ഉപയോഗിക്കാം. ബ്രാക്കറ്റ് രജിസ്ട്രാർ അങ്ങനെ അനുമതി കൊടുക്കത്തില്ല. പോട്ടെ. അപ്പൊ രജിസ്ട്രാറുടെ അനുമതി ഉണ്ടെങ്കിൽ റിസർവ് ഫണ്ടിന്റെ 50% വരെ പിൻവലിച്ച് ഉപയോഗിക്കാം. ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ 100% പിൻവലിച്ച് ഉപയോഗിക്കാം. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. ഇതാണ്. അപ്പൊ റിസർവ് ഫണ്ടിന്റെ 50% വരെ ആരുടെ അനുമതിയോടുകൂടി പിൻവലിച്ച് ഉപയോഗിക്കാൻ? രജിസ്ട്രാർ. 100% പിൻവലിച്ച് ഉപയോഗിക്കാൻ ആരുടെ അനുമതി വേണം? ഗവൺമെന്റിന്റെ. പിന്നെ തുക എപ്പോഴും ആര് വിനിയോഗിക്കും? ഒരാളുണ്ട് രജിസ്ട്രാറെ നിയമിക്കുന്ന, അയാളാണ് ഇത് ഉപയോഗിക്കുന്നത്. ആരാ അത്? ലിക്വിഡേറ്റർ. അത്രേ. മനസ്സിലല്ലേ? അല്ലാത്ത സാഹചര്യത്തിൽ ഇത് ആരാ പിൻവലിച്ച് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിക്വിഡേറ്ററാ. എപ്പോഴാ? സംഘത്തിന്റെ സമാപ്തീകരണ വേളയിൽ മറ്റു ഫണ്ടിനോടൊപ്പം ഇതിനെയും പിൻവലിക്കും, എന്നിട്ട് ഉപയോഗിക്കും. എന്തിന്? ബാധ്യതകൾ ഒന്നൊന്നായി കൊടുത്തു തീർക്കാൻ. ഇതാണ് റിസർവ് ഫണ്ട്. എത്ര? 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം. യെസ്, ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി ബാങ്കുകളുടെ എല്ലാം കേസിൽ മനസ്സിലായി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും കേരള ബാങ്കിലാണ്. എല്ലാ ബാങ്കിന്റെയും റിസർവ് ഫണ്ട് കേരള ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, കേരള ബാങ്കിൽ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഇത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പിൻവലിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ രജിസ്ട്രാറുടെ അനുമതി ഉണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിസർവ് ഫണ്ടിന്റെ 50% വരെ പിൻവലിച്ച് ഉപയോഗിക്കാം. ഒരു എമർജൻസി കണ്ടീഷൻ ആണെന്ന് കണ്ടാൽ രജിസ്ട്രാർ അങ്ങനെ അനുമതി കൊടുക്കും. അങ്ങനെ കൊടുക്കാറില്ല, പക്ഷെ ഞാൻ ഈയിടം കണ്ടിട്ടില്ല. ഇനി ഗവൺമെന്റ് അനുമതി ഉണ്ടെങ്കിൽ 100% പിൻവലിച്ച് ഉപയോഗിക്കാം.
പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തുക എപ്പോഴും ആര് എങ്ങനെ പിൻവലിച്ച് ഉപയോഗിക്കും ശ്രദ്ധിക്കുക. ഈ തുക പിന്നെ പിൻവലിച്ച് ഉപയോഗിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ലിക്വിഡേറ്റർ ആണ്. ലിക്വിഡേഷൻ സമയത്ത് മറ്റ് ഫണ്ടുകളോടൊപ്പം ഇതും പിൻവലിച്ച് ഉപയോഗിക്കാം. ഓക്കെ, എന്തിന്? ഓരോരോ ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതേ ഉള്ളു റിസർവ് ഫണ്ടിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം പറയാനുള്ളത്. ഓക്കെ, ഇതാണ് റിസർവ് ഫണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞേ? ആർക്കെങ്കിലും റിസർവ് ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പോകുന്ന അടുത്തിലേക്ക്. ഇനി അടുത്ത അപ്രോപ്രിയേഷൻ പോകുന്നു. അടുത്ത നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്ന പോകുന്നു. ഈ നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഓർത്തിരിക്കുക. നമ്മുടെ സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ആദ്യത്തെ പറഞ്ഞു 5% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. ശ്രദ്ധിക്കുക. അടുത്തത് 5% അധികരിക്കാത്ത തുക എന്ന് പറഞ്ഞാൽ 5%. 5% ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. 5% അധികരിക്കാത്ത തുക കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പൊ എല്ലാവരും 5% കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ നിയമപ്രകാരം നോട്ട് എക്സീഡിങ് 5% എന്നാണ്. മനസ്സിലായി? 5% സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് മാറ്റുന്നത്. മിനിമം എത്ര? 2000 രൂപ. മാക്സിമം എത്ര? 1,00,000 രൂപ. 60,000. ഓക്കെ, 1,00,000. 60,000 ആയിരുന്നു, അത് മാറ്റി. മനസ്സിലായ? എല്ലാ സംഘവും കൊടുക്കണം. നെറ്റ് പ്രോഫിറ്റിലാന്നേലും കൊടുക്കണം. നെറ്റ് ലോസിലാന്നേലും കൊടുക്കണം. നെറ്റ് ലോസിലാന്നേ വേറൊരു ടേബിൾ പറയുന്നുണ്ട്, അതനുസരിച്ച് കൊടുക്കണം. ഓക്കെ, മനസ്സിലായ? ഇത് ആർക്കുള്ള ഫണ്ടാ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും. ബ്രാക്കറ്റ് എത്ര കിട്ടിയാലും ഒഴുക്കത്തില്ല, അതുകൊണ്ടാ. മനസ്സിലായ? അപ്പൊ ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് എത്ര? പ്രോഫിറ്റിലാന്ന് എത്ര കൊടുക്കണ്ടേ? 5%. മിനിമം എത്ര? 2000. മാക്സിമം എത്ര? 1,00,000. പ്രോഫിറ്റിലാന്ന് മിനിമം എത്ര? 2000. മാക്സിമം എത്ര? 1,00,000. പ്രോഫിറ്റിലാന്ന് മിനിമം എത്ര? 2000. മാക്സിമം എത്ര? 1,00,000. നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര ശതമാനമാണ്? മനസ്സിലായി? 5%. അങ്ങനെ 5% എടുക്കുമ്പോൾ 2000 രൂപ താഴെ 2,000 അടയ്ക്കണം. 1,00,000 മേലെ പോയാൽ 1,00,000 അടച്ചാൽ മതി. ഓക്കെ, ലോസിലാകുമ്പോൾ ഒരു ടേബിൾ പറയുന്നുണ്ട്. മനസ്സിലായി? അത് നിങ്ങൾക്ക് എഴുതി ഇട്ട് തരാം, അതിനുശേഷം നമുക്ക് പറയാം. ലോസിലാണെങ്കിൽ മനസ്സിലല്ലേ, ഈ ക്ലാസ് 4 സംഘമൊക്കെ ലോസിലാണെങ്കിൽ 1000 രൂപ അടയ്ക്കണം. മനസ്സിലായി? അർബൻ ബാങ്കും പ്രൈമറി ക്രെഡിറ്റും ഒക്കെ അപ്പെക്സും ഒക്കെ നഷ്ടത്തിലാണെങ്കിൽ 5000 രൂപ അടയ്ക്കണം. ഇതാണ് അവരുടെ പണി. ലാഭമായാലും നഷ്ടമായാലും നമുക്ക് കിട്ടണം. ഇതാണ് അവരുടെ ന്യായം. മനസ്സിലായ? ഇപ്പൊ പ്രോഫിറ്റിലാന്നേ മിനിമം എത്ര? 2000. മാക്സിമം എത്ര? 1,00,000. ലോസിലാണെങ്കിൽ 1000 അടയ്ക്കണം, 5000 അടയ്ക്കണം. അതൊരു ടേബിൾ ഉണ്ട്, അത് എഴുതി ഞാൻ ഇട്ട് തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. അതിനുശേഷം അതിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണമല്ലോ, അടയ്ക്കണം. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ചട്ടം എത്ര? 53. ചോദിക്കത്തില്ല എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ചട്ടം എന്ന് പറഞ്ഞാൽ റൂള് 53 ആണ്. ഓക്കെ, റൂൾ 53. ഓക്കെ, എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്നത് എവിടാ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്ന എവിടാ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്നത് എവിടാ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. എന്നാ അടയ്ക്കണ്ടേ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. എന്നാ അടയ്ക്കണ്ടേ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. ആർക്കാ ഉത്തരവാദിത്തം? നമ്മുടെ പാവപ്പെട്ട സെക്രട്ടറിക്ക്. ആർക്കാ അതിന്റെ ഉത്തരവാദിത്തം? സെക്രട്ടറിക്ക്. സമയത്ത് അടച്ചില്ലെങ്കിൽ ആ സെക്രട്ടറിക്ക് എത്ര പിഴപ്പലിശ? 8%. സമയത്ത് എഡ്യൂക്കേഷൻ ഫണ്ട് അടച്ചില്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട സെക്രട്ടറിക്ക് എത്ര പിഴപ്പലിശ? 8%. എന്തിന്റെ 8%? കുടിശ്ശിക തുകയുടെ 8%. അല്ല എന്താ? എത്രയാണ് അടയ്ക്കാനുള്ള? അതിന്റെ 8% അടയ്ക്കണം. ഓക്കെ, 8% കയ്യിൽ നിന്നിട്ട് അടയ്ക്കണം, സംഘത്തിൽ നിന്ന് എടുക്കരുത്. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഒന്നൂടെ പറയാം. ഓക്കെ,
സഹകരണ സംഘത്തിൽ നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും എന്തടയ്ക്കണം? എഡ്യൂക്കേഷൻ ഫണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എത്ര? പ്രോഫിറ്റിന് 5%. മിനിമം എത്രയാ? 2000. മാക്സിമം എത്ര? 1000. സോറി 1 ലക്ഷം. മാക്സിമം 1 ലക്ഷം. ഓക്കെ. ആരാ മനസ്സിലാൽ? ഇതിന്റെ കസ്റ്റോഡിയൻ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സംസ്ഥാന സഹകരണ യൂണിയനാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. എവിടെ അടയ്ക്കുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. എപ്പോഴാണ് അടയ്ക്കേണ്ടത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസം. ഓക്കെ. ഇത്ര മാക്സിമം 1 ലക്ഷം. ഓക്കെ. ഈ ഫണ്ട് വിനിയോഗിക്കുന്ന ആരാ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. എന്തിനാ വിനിയോഗിക്കുന്നത്? സഹകരണ വിദ്യാഭ്യാസം, സഹകരണ പരിശീലനം, സഹകരണ പ്രചരണം. നമുക്കറിയാം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, കോപ്പറേറ്റീവ് പ്രൊപ്പഗൻഡ. ഓക്കെ. ആ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ തുക വിനിയോഗിക്കുന്നത്. ഏത് തുക? എഡ്യൂക്കേഷൻ ഫണ്ട്. നല്ല തുക അവർക്ക് കിട്ടുമോ? നല്ല തുക അവർക്ക് കിട്ടും. ഇതിനുണ്ട്. ഓക്കെ. ഈ തുക എപ്പോഴടയ്ക്കണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. എവിടെ അടയ്ക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. ആരുടെ അക്കൗണ്ടിൽ അടയ്ക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അക്കൗണ്ടിൽ. എത്ര നാളിനകം അടയ്ക്കണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. അടച്ചില്ലെങ്കിലോ പെനാൽറ്റി ഉണ്ട്. എന്തോ തൂക്കിക്കൊല്ലോ? അതൊന്നുമില്ല. നമ്മുടെ പാവപ്പെട്ട സെക്രട്ടറി 8% പിഴ പലിശ അടയ്ക്കണം. എന്തിന്റെ? കുടിശ്ശിക വരുത്തിയിരിക്കുന്ന തുകയുടെ 8% പിഴ അടയ്ക്കണം. ആരടയ്ക്കണം? സെക്രട്ടറി അടയ്ക്കണം. ഇതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. നേരത്തെ 60,000 ആയിരുന്നു. കഴിഞ്ഞ തവണ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത്, നിങ്ങളല്ല ബാക്കിയുള്ളവർ പഠിക്കുന്ന സമയത്ത് 185 അനുസരിച്ചുള്ള ജീവനക്കാരുണ്ടല്ലോ. അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്കുള്ള 185 ചട്ടം 185 അനുസരിച്ചുള്ള ആൾക്കാരുണ്ടല്ലോ. അവർ ചിലപ്പോൾ കഴിഞ്ഞ തവണ പഠിച്ചത് 60,000 ആയിരിക്കും. അത് തിരുത്തണം, 1 ലക്ഷം ആക്കി. എന്നാൽ 1 ലക്ഷം ആക്കിയ 31/12/2024. 31/12/2024 അമെന്റ്മെന്റ് ആക്ടിലാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഓക്കെ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ചട്ടം എത്ര? 53 ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നാ പറയട്ടെ. ഓക്കെ. ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും? നമുക്ക് ഒന്നുകൂടെ ചോദ്യം ചോദിക്കാതെ മതി. പറയണ്ട. പറഞ്ഞല്ലോ. എന്താ പറയുന്നത്? ഏതിന്റെ 8% അടയ്ക്കേണ്ട? 8% പെനാൽറ്റി വരും പറഞ്ഞില്ലേ? കുടിശ്ശിക വരുത്തിയിരിക്കുന്നുണ്ട് പറഞ്ഞു. മേഡം ഈ വർഷം 60,000 അടയ്ക്കാനുണ്ടെന്നിരിക്കട്ടെ. 60,000 ഉള്ളെന്നിരിക്കട്ടെ. 60,000 അടയ്ക്കുന്നില്ല. അടുത്ത വർഷം അടയ്ക്കുമ്പോൾ 60,000 കൂടെ 60,000 ഇൻറ്റു 100ൽ 8% പിഴ പലിശ അടയ്ക്കണം. അത് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് അടയ്ക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഇത്രേ ഉള്ളൂ. റൂൾ എത്രയാണ് പറയുന്നത്? റൂൾ 53. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ റൂൾ 53. റൂളൊന്നും അങ്ങനെ കയറി ചോദിക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ. സംശയമില്ലല്ലോ? ഇല്ല. ഒന്നുകൂടെ പറയണോ? വേണ്ട. ഒന്നുകൂടെ വേണ്ട. ഒന്ന് പറയാന്ന് വിചാരിച്ചോ? വേണ്ട. ശ്രദ്ധിക്കാം. ഇത് വലിയ കാര്യമൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളെ ഓർത്തിരുന്നാൽ മാത്രം. നിങ്ങളെ ഭയപ്പെടുന്നൊന്നും ഇതിനകത്തങ്ങൊന്നും ഇല്ല. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. നമ്മൾ പോകുന്നു. എഡ്യൂക്കേഷൻ ഫണ്ട് ഒന്നുകൂടെ പറയാം. ശ്രദ്ധിക്കുക. എല്ലാ സഹകരണ സംഘങ്ങളും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് അടയ്ക്കണോ? അടയ്ക്കണം. പ്രോഫിറ്റ് ഇല്ലാന്നെങ്കിൽ അടയ്ക്കണോ? നെറ്റ് പ്രോഫിറ്റ് ഇല്ലാന്നെങ്കിൽ അടയ്ക്കണം. ലോസ് ഇല്ലാന്നെങ്കിൽ അടയ്ക്കണോ? ഇത് മാത്രം ലോസ് ഇല്ലാന്നല്ലോ അടയ്ക്കണം. ലോസ് ഇല്ലാന്ന് എത്ര ആയിരിക്കും വരുന്നത്? 1000, 5000 ആണ്. എൻ്റെ ഒരു ടേബിൾ ഉണ്ട്, ഞാൻ തരാം. അപ്പൊ അതിലൂടെ പറഞ്ഞ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ടാണ്. ഓക്കെ. ഇനി പ്രോഫിറ്റ് ഇല്ലാതെ മാക്സിമം എത്ര അടയ്ക്കേണ്ടത്? 1 ലക്ഷം. എവിടെ അടയ്ക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. ആരുടെ അക്കൗണ്ടിൽ അടയ്ക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അക്കൗണ്ട്. എന്നാ അടയ്ക്കുന്നത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പോസ്റ്റ്മാൻ കൊണ്ടുതരും അല്ലേ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെ? സെക്രട്ടറിമാരോ ബാക്കിയുള്ള ജീവനക്കാരോ നമ്മുടെ ഓഡിറ്റ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ തന്നുവിടും. ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ സംസ്ഥാന സഹകരണ ബാങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയന്റെ അക്കൗണ്ടിലേക്ക് മിനിമം 2000 രൂപ, പരമാവധി 1 ലക്ഷം രൂപ ഓഡിറ്റ് ഫീസ് അടയ്ക്കണം. സോറി, എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ സെക്രട്ടറിക്ക് പിഴ 8%. എന്തിന്റെ? ഓൺ ദ ഡീഫാൾട്ടഡ് എമൗണ്ട്. കുടിശ്ശിക വരുത്തിയിരിക്കുന്ന തുകയുടെ 8% പിഴ അടയ്ക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതാണ്. ഇതിന്നൊരു ചെറിയ വിഹിതം ഇവിടെ നമ്മുടെ സർക്കിൾ യൂണിയനും ഒക്കെ കൊടുക്കും. മനസ്സിലായി? ഇതാണ്. അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അത്രേ.
ഇതാണ് സഹകരണ വിദ്യാഭ്യാസ ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അടുത്തത് സംശയമില്ല, അടുത്തതിലേക്ക് പോകുന്നു. 10% MRF, CMRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ഓക്കെ, 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് അടയ്ക്കണം. 10% തുക സഹകരണ അംഗ സമാശ്വാസ നിധിയിലേക്ക് അടയ്ക്കണം. മനസ്സിലല്ലേ? 10% തുക കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് അടയ്ക്കണം. എളുപ്പത്തിൽ നിങ്ങൾ MRF എന്നോ CMRF എന്നോ ഓർത്തിരിക്കണം. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടെന്നോ അല്ലെ MRF മെമ്പർ റിലീഫ് ഫണ്ടെന്നോ ഓർത്തിരിക്കണം. ഓക്കെ, എല്ലാ സംഘവും അടയ്ക്കണോ? വേണ്ട. ആര് മാത്രം അടച്ചാൽ മതി? നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം. എത്ര അടയ്ക്കണം? 10%. ഓക്കെ, എത്ര അടയ്ക്കേണ്ട? 10%. മാക്സിമം ഉണ്ടോ? മാക്സിമം ഉണ്ട്. എത്രയാണ് മാക്സിമം? പറഞ്ഞു. 1 lakh. 1 lakh. കണ്ട, പഠിച്ചെല്ലാം റെഡി ആയിരിക്കുക. 1 ലക്ഷം അടയ്ക്കണം. ഓക്കെ, 1 ലക്ഷം അടയ്ക്കണം. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എല്ലാവരും അടയ്ക്കണോ? വേണ്ടെന്നേ. ആര് മാത്രം അടച്ചാൽ മതി? നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം. എത്ര അടയ്ക്കണം? നെറ്റ് പ്രോഫിറ്റിന്റെ 10%. എല്ലാ വർഷവും അടയ്ക്കണം. എല്ലാ വർഷവും നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് അടച്ചേ പറ്റൂ. എത്ര ഇത്? പരമാവധി 1 ലക്ഷം. എന്താ ഈ സാധനം? CMRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ചേട്ടോത്ര 53A. ചേട്ടോത്ര 53A. 53 എന്തുവായിരുന്നു? എഡ്യൂക്കേഷൻ ഫണ്ട്. 53A എന്തുവാ? MRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. നമ്മുടെ സഹകരണ സംഘത്തിലെ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഒരു പഴയ ബോർഡ് മെമ്പറാ, നമ്മുടെ ആദ്യത്തെ ബോർഡ് മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തെ ഇപ്പൊ സ്ട്രോക്ക് വന്ന് കിടപ്പില്ല. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പൈസ വേണം. നമ്മുടെ സംഘത്തിലെ ജീവനക്കാർ നമ്മളെല്ലാവരും കൂടെ തിരിച്ച് അദ്ദേഹത്തിന് ഒരു പൈസ കൊടുത്തു. സംഘത്തിൽ നിന്ന് 5 പൈസ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓഡിറ്റർ എന്ന് പറയുന്ന കാലൻ കയറി നമ്മളെ പിടിക്കും. നമുക്കൊരു പൈസയും കൊടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലെത്തി. അതുപോലെ ചില ആൾക്കാർക്ക് ഈ റിസ്ക് ഫണ്ട് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. 6 മാസത്തിന് മേലെ കുടിശ്ശികയാൽ വലിയ പ്രയാസമാണ് കിട്ടാൻ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നിധി വേണം എന്ന് തീരുമാനിച്ചു. അതാണ് സഹകരണ അംഗ സമാശ്വാസ നിധി. ഇതാണ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ഓക്കെ, ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന തലത്തിൽ അങ്ങ് മുകളില് ത്രിമൂർത്തികളുണ്ട്. മനസ്സിലായി? 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനല്ല ആ ത്രിമൂർത്തികൾ. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ, സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, സഹകരണ വകുപ്പ് സെക്രട്ടറി ശ്രീമതി വീണ N മാധവൻ IAS, സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു IAS. ഈ 3 അംഗങ്ങളടങ്ങുന്ന ഒരു സമിതിയുണ്ട്. അവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് MRF. എന്നിട്ട് ഓരോ സമയത്തും സർക്കാർ നമ്മുടെ AR ഓഫീസ് വഴി അപേക്ഷ ക്ഷണിക്കും. എന്നിട്ട് നമ്മളില്ല ബോർഡ് മെമ്പറുടെ കാര്യം നമ്മുടെ മനസ്സിൽ കിടക്കുക. സ്ട്രോക്ക് വന്ന നമ്മുടെ ആദ്യത്തെ മെമ്പറുടെ കാര്യം നമ്മൾ പേരെഴുതി കൊടുക്കും. ഈ ബോർഡ് മെമ്പർക്ക് സഹായം വേണോ? AR ഓഫീസ് വഴി എവിടെ എത്തി? JR ഓഫീസിലെത്തി. JR ഇന്ന് എവിടെ എത്തി? രജിസ്റ്റർ ഓഫീസിലെത്തി. രജിസ്റ്റർ ഓഫീസിന് മേളോട്ട് ശുപാർശ ചെയ്യും. ഈ 3 അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി സെലക്ട് ചെയ്യും ഗുണഭോക്താക്കളെ. ആ ഗുണഭോക്താക്കൾ 50,000, 1 ലക്ഷം, 25,000 എത്രയാന്ന് വെച്ചാൽ കൊടുക്കും. ഒരു നിശ്ചിത തുക പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ ഫണ്ടിൽ അവൈലബിലിറ്റി അനുസരിച്ച് തുക കൊടുക്കും. മിക്കവാറും ഇലക്ഷനൊക്കെ വരുന്നതിന് മുമ്പാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇതാണ് MRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ഇതെന്താണെന്ന് അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ആമുഖം നിങ്ങൾക്ക് പറഞ്ഞത്. മനസ്സിലായ MRF എന്താണെന്ന്? ഇതാണ് സഹകരണ അംഗ സമാശ്വാസ നിധി. നമ്മുടെ പഴയ ബോർഡ് മെമ്പർക്ക് ഒരു സമാശ്വാസം കൊടുക്കുക. നമ്മളെല്ലാവരും കൂടെ പിടിച്ച് 2,000, 3,000 ഒക്കെ ചേർത്ത് അദ്ദേഹത്തിന് ഒരു 25,000 രൂപ കൊടുത്തായിരുന്നു. അതുകൊണ്ടൊന്നും ആവുന്നില്ല. ന്യൂറോളജിസ്റ്റിനെ കാണണം, ഫിസിയോതെറാപ്പി ചെയ്യണം, വലിയ പാടാണ്. നമ്മുടെ സംഘത്തിന്റെ മനസ്സിലായി കെട്ടി ഉയർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച മെമ്പറാത്. നമുക്ക് സഹായിക്കണം. ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിയപ്പോൾ ഗവൺമെന്റ് ആണ് ഈ കൊണ്ടുവന്ന സാധനം. ഏത്? MRF. അത്രയുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു കാര്യമാണ്. അല്ലേ? ചിലർക്ക് നമുക്ക് റിസ്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കരച്ചിൽ വരും. എത്രയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല.
മനസ്സിലായി. ഇടയ്ക്ക് ചികിത്സാ ധനസഹായം ഉണ്ടായിരുന്നു, അത് നമുക്ക് കൊടുക്കാൻ പറ്റി. സഹകാരി സാന്ത്വനം പദ്ധതി ഉണ്ടായിരുന്നു അല്ലേ? സാന്ത്വനം അതുപോലെ ഇത് പക്ഷെ സഹകാരി നിയമപരമായിട്ട് സാന്ത്വനം ഇത് ഈ നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. സെക്ഷനിൽ അതെ അതെ അതെ. ഇത് നമ്മുടെ ഈ പറയപ്പെടുന്ന പോലെ നമ്മുടെ നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൊടുത്തെല്ലാം പറ്റും. നല്ല തുക വരുന്നുണ്ട്. ഈ നല്ല തുക വരുന്നത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേലെ തട്ടിലുള്ള 3 ആൾക്കാരെ, നമ്മുടെ ത്രിമൂർത്തികൾ, ഞാൻ പറഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ സംഘം രജിസ്ട്രാർ, സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് സെക്രട്ടറി, സഹകരണ സംഘം രജിസ്ട്രാർ, ആ ഓർഡറിൽ ഈ 3 പേരെ വെച്ചിരിക്കുന്നു. ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. സാന്ത്വനം പോലെയാണെന്ന് ചോദിച്ചാൽ ഇത് ഈ പറയപ്പെട്ട ആരും വേണേലും ഗുണഭോക്താക്കളായിട്ട് ആരും വരാം. ഓക്കെ, മെമ്പർ ആയിരിക്കണം. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഫണ്ട് അടയ്ക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെയാണ് സർ? അല്ല, ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം മെമ്പറിനെ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫണ്ട് ചുമ്മാ CMRF MRF എന്ന് പറഞ്ഞാൽ എന്താന്ന് പിടികിട്ടത്തില്ലല്ലോ. നിങ്ങൾക്കറിയായിരിക്കും. നിങ്ങൾ സംഘത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണല്ലോ ക്ലാസ്സിൽ ഇരിക്കുന്നത്, നിങ്ങൾക്കറിയായിരിക്കും. എത്രയേ ഉള്ളൂ. ചില സഹകരണ സംഘങ്ങളിൽ ചെന്നാൽ അവിടെ സെക്രട്ടറിയുടെ ഇരട്ടി ജോലി ചില സബ്സ്റ്റാഫ് ചെയ്യുന്നതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ തുക എവിടെ റെമിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ആരുടെ അക്കൗണ്ടിലാ? രജിസ്ട്രാറുടെ അക്കൗണ്ടിൽ. എത്ര കാലത്തിനകം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകം. അടച്ചില്ലെങ്കിൽ സെക്രട്ടറിക്ക് പിഴ ഉണ്ടെന്നേ. 6%. എഡ്യൂക്കേഷൻ ഫണ്ട് 8%, MRF 6%. രണ്ടും അടയ്ക്കുന്നത് എവിടെയാ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്ന ആരുടെ അക്കൗണ്ടിലാ? കോപ്പറേറ്റീവ് യൂണിയന്റെ അക്കൗണ്ടിൽ. MRF മെമ്പർ റിലീഫ് ഫണ്ടാണ് അടയ്ക്കുന്ന ആരുടെ അക്കൗണ്ടിലാ? രജിസ്ട്രാറുടെ അക്കൗണ്ടിൽ. എവിടെ അക്കൗണ്ടുള്ള? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എപ്പോഴാ അടയ്ക്കേണ്ടത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. അടച്ചില്ലെങ്കിൽ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ്, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി, MD വാട്ടെവർ മേ ബി, എന്തോ ആയിക്കോട്ടെ, ആ ചീഫ് എക്സിക്യൂട്ടീവ് എത്ര പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം? 6%. എന്തിന്റെ? കുടിശ്ശിക വരുത്തിയിരിക്കുന്ന തുകയുടെ. മനസ്സിലായ? MRF മെയിൻറ്റെയിൻ ചെയ്യുന്നതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ആരാ? രജിസ്ട്രാർ. ആരുടെ നിർദ്ദേശം അനുസരിച്ച്? നമ്മുടെ ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികൾ ആരൊക്കെ? സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് സെക്രട്ടറി, സഹകരണ രജിസ്ട്രാർ. ഓക്കെ, ഈ കമ്മിറ്റിയാണ് ഗുണഭോക്താക്കളെ, ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെന്റ് സമയങ്ങളിൽ ഇറക്കും. ഇത്രയുള്ളൂ MRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ഒന്നുകൂടി ഇവിടെ ആദ്യം പറഞ്ഞു നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്, വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി? ആദ്യം പറഞ്ഞു 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. എല്ലാവരും മാറ്റണോ? വേണ്ടാന്നേ, നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ. രണ്ടാമത് പറഞ്ഞു 5% നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം 2000, മാക്സിമം 1 ലക്ഷം. എവിടെ അടയ്ക്കേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആരുടെ അക്കൗണ്ടിൽ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അക്കൗണ്ടിൽ. ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വിനിയോഗിക്കുന്ന ആര്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. എന്തിനാ? എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, പ്രൊപ്പഗൻഡ, സഹകരണ വിദ്യാഭ്യാസം, പരിശീലനം, പ്രചരണം. എവിടെ അടയ്ക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. എത്ര നാളിനകം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. അടച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? സെക്രട്ടറി, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നമ്മുടെ CEO പിഴ ഈടാക്കും. എത്ര പിഴ? പലിശ 8%. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ചട്ടം എത്ര? 53. ഓക്കെ. അടുത്ത MRF എത്ര അടയ്ക്കണ്ടേ? 10%. മാക്സിമം എത്ര? 1 ലക്ഷം. എവിടെ പറയുന്നു? ചട്ടം 53A. എല്ലാവരും അടയ്ക്കണോ? വേണ്ടാന്നേ, നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം അടച്ചാൽ മതി. ഓക്കെ. എല്ലാ വർഷവും അടയ്ക്കണം. എല്ലാ വർഷവും നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് അടയ്ക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇവിടെ അടയ്ക്കേണ്ട സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. ആരുടെ അക്കൗണ്ടിൽ? രജിസ്ട്രാറുടെ അക്കൗണ്ട്. എത്ര നാളിലും അടയ്ക്കണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. അടച്ചില്ലെങ്കിൽ നമ്മുടെ CEOക്ക് പിഴ പലിശ 6%. ഓക്കെ. ഈ പറയപ്പെട്ട ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 3 അംഗ കമ്മിറ്റി എവിടെ ഉണ്ട്? സംസ്ഥാന തലത്തിലുണ്ട്. ആരാണ് ത്രിമൂർത്തികൾ? സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് സെക്രട്ടറി, സഹകരണ രജിസ്ട്രാർ. ഓക്കെ. ഇതാണ് 10% MRF, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ്. ഓക്കെ. അടുത്തത് അടുത്ത പറയാലോ. അടുത്ത പറയാമോ? സർ, എഡ്യൂക്കേഷൻ ഫണ്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം
അല്ലല്ല, എഡ്യൂക്കേഷൻ ഫണ്ട് ലാഭം ഉണ്ടെങ്കിലും നഷ്ടത്തിലായാലും കൊടുക്കണമെന്ന നിയമത്തിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ഓഡിറ്റർമാരുടെ ലാഭത്തിലാണെങ്കിൽ മാത്രമേ അടപ്പിക്കുന്നുള്ളൂ. മനസ്സിലായോ? നമുക്ക് നിയമമെല്ലാം പറയാൻ പറ്റും. നമ്മുടെ നിയമത്തിൽ നഷ്ടത്തിലാണെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു 31/12 ഭേദഗതിയിലല്ലേ അത് വന്നത്? നേരത്തെ ഉണ്ടായിരുന്നു. 31/12/2024 ഭേദഗതിയിലും അത് പറയുന്നുണ്ട്. അതിന്റെ ഒരു ടേബിൾ ഉണ്ട്, ഞാൻ ഇട്ട് തരാം. ഓക്കെ, വേറെന്താ ചോദിച്ചോ? സംശയം ചോദിച്ചോ? ലോസ് ആയാലും എഡ്യൂക്കേഷൻ ഫണ്ട് അടക്കണം. യെസ്, അടുത്തത്. പിന്നെ സംശയമൊന്നും ഇല്ലല്ലോ? ആർക്കെങ്കിലും പറഞ്ഞോ? ഇല്ല, മനസ്സിലാകുന്നില്ല സാർ. ഓക്കെ, മനസ്സിലായി. ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയും, പക്ഷെ ഞാൻ ഒരു കാര്യം 3-4 പ്രാവശ്യം പറയും. അല്ല, എഴുത്തെഴുതി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത നമ്മൾ പോകുന്നു. അടുത്ത തിരിഞ്ഞു പോകരുത്. 5% to professional education fund maintained by the registrar. രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% അടയ്ക്കണം. മാക്സിമം ഉണ്ടോ? മാക്സിമം ഉണ്ട്. എത്രയാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ മാക്സിമം? പറഞ്ഞു, അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ മാക്സിമം എത്രയാണ്? പറഞ്ഞു. 1 ലക്ഷം. എത്ര? 1 ലക്ഷം. 1 ലക്ഷം. 1 ലക്ഷം. ഓക്കെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ മാക്സിമം 1 ലക്ഷം. എല്ലാ സഹകരണ സംഘങ്ങളും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണ? വേണ്ട. പിന്നെ ആരടച്ചാൽ മതി? നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം അടച്ചാൽ. നെറ്റ് പ്രോഫിറ്റിന് എത്ര ശതമാനമാണ്? 5%. ഓക്കെ, എവിടത്തേക്കാണ് ഇത് അടയ്ക്കുന്നത്? മനസ്സിലായി? എന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു, ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം എത്ര എന്നാ പറഞ്ഞത്? 1 lakh. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. ഓക്കെ, ഇവിടെ അടയ്ക്കുന്ന രജിസ്ട്രാറുടെ അക്കൗണ്ടിലേക്ക്. ഓക്കെ, രജിസ്ട്രാറുടെ അക്കൗണ്ടിലേക്കാണ് ഈ തുക അടയ്ക്കുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ട്, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ട് 1999 തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട്. 4 അക്ഷരമാണ് അതിന്റെ ഷോർട്ട് ഫോം. സിയിൽ തുടങ്ങുന്നു. പറഞ്ഞോ അതിന്റെ പേര്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ട്, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ട് 1999 തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട്. 4 അക്ഷരമാണ് അതിന്റെ ഷോർട്ട് ഫോം. ആദ്യത്തെ അക്ഷരം തുടങ്ങുന്ന സിയിലാണ്. കേപ്പ്, അത്രേ ഉള്ളൂ. കേപ്പ്, അത് തന്നെ കേപ്പ്. സംശയം എന്ത്? കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ, കേപ്പിന് കീഴില് നേരത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എറണാകുളത്തും പരിയാരത്തും മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. 2 ഗവൺമെന്റ് ഏറ്റെടുത്തു. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. മനസ്സിലായി? എഞ്ചിനീയറിംഗ് കോളേജാണ് പ്രധാനമായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് പെരുമണ്ണിലും ഒന്ന് പത്തനാപുരത്തും. ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. പേരിനകത്ത് തന്നെ ഉണ്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമായത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനം. മനസ്സിലായ? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനമായത്. അങ്ങനെ ആ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പൈസ ഒക്കെ പിരിച്ച്, എന്നിട്ട് ഒരു അനക്കവും ഇല്ല. ഇവിടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരുടെ മക്കൾക്ക് ഒരു റിസർവേഷൻ പോലും ഏർപ്പെടുത്തിയില്ല. അങ്ങനെ ഏറെ പ്രതിഷേധത്തിന് ഇടവെച്ച്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പോലും ഈ പ്രതിഷേധം തണുപ്പിച്ച് 10% മറ്റോ നമ്മുടെ കേപ്പില് സഹകരണ സംഘത്തിലെ ജീവനക്കാരുടെ മക്കൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തി. പൈസ പിരിക്കുന്ന ഇവിടെ നമ്മുടെ സംഘത്തിൽ. എന്നിട്ട് സംഘത്തിലെ ജീവനക്കാരുടെ മക്കൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തുന്നത് ഇവരേർപ്പെടുത്തിയില്ല. കഴിഞ്ഞ വർഷം പോലും എന്തായാലും റിസർവേഷൻ ഓർഡർ ഇറങ്ങി. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് നമ്മുടെ കീമൊക്കെ എഴുതിയ കുട്ടികൾക്ക്, ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക്, മനസ്സിലായി, നമ്മുടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരുടെ മക്കൾക്കൊക്കെ ചെറിയ റിസർവേഷൻ, 10% റിസർവേഷൻ ഇല്ലാത്ത ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവൊക്കെ വന്നു. അത് ഞാൻ കേപ്പിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ്. 1999 രജിസ്റ്റർ ചെയ്ത ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്. ഓക്കെ, സഹകരണ നിയമം അനുസരിച്ചാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അല്ല. ഇതാണ്, മനസ്സിലായി?
ദി ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. നമ്മുടെ കുടുംബശ്രീയൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ആക്ട്. ആ ആക്ട് അനുസരിച്ചാണ് ഈ കേപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ആ സമയത്ത് നമുക്കത് പറയാം. ഒറ്റ കാര്യം ഓർത്തിരിക്കുക, എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഓർത്തിരിക്കുക. കേപ്പിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേപ്പിന്റെ വൈസ് ചെയർമാൻ സഹകരണ വകുപ്പ് മന്ത്രിയാണ്. സഹകരണ മേഖലയിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനമാണ്. 99 രൂപ കൊണ്ട് ആ കേപ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അപ്പൊ കേപ്പിന്റെ ഉന്നമനത്തിനാണ് പോലും ഈ പൈസ. എത്രയാണ്? ഓക്കെ, എത്ര മാക്സിമം? 1 ലക്ഷം. എന്റെ ചോദ്യം ഇതാണ്, ഈ എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്ന സ്ഥാപനം വീണ്ടും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണോ? വേണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്നവർ വീണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണോ? ഇതാണ് എന്റെ ചോദ്യം. വേണം. വേറെ ഉത്തരം? വേണം, സംശയമൊന്നുമില്ല. ആ രണ്ടും വിളമ്പുന്ന 2 പാത്രത്തിലാണ്. എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത് രജിസ്ട്രാറുടെ പാത്രത്തിലാ, ഒരു ചെറിയ പാത്രമാ. മറ്റേ കുട്ടകത്തിലാ. ഏത്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത്. എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്ന കുട്ടകത്തിലാ. കാര്യം എത്ര കിട്ടിയാലും സഹകരണ യൂണിയന് മുഴുക്കത്തില്ല. മറ്റേത് ചെറിയ പാത്രമാണ്, രജിസ്ട്രാറുടെ പാത്രം. അതുകൊണ്ട് ഇത് രണ്ടും വിളമ്പുന്ന 2 പാത്രത്തിലാണ്. മനസ്സിലായ? രജിസ്ട്രാറുടെ പാത്രത്തിലാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത്. നമ്മുടെ സ്റ്റേറ്റ് യൂണിയന്റെ പാത്രത്തിലാ, വലിയ പാത്രം, കുട്ടകം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. അതിനകത്താണ് എന്ത് വിളമ്പുന്നത്? ഈ എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത്. രജിസ്ട്രാറുടെ പാത്രത്തിലാണ് എന്ത് വിളമ്പുന്നത്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പോരായോ സാറേ? മതി. അപ്പൊ ഈ 4 മനസ്സിലായല്ലോ. റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, MRF, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. 4 മനസ്സിലായോ? ഓക്കെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ 4 കൂടെ തന്നിട്ട് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. വിച്ച് വൺ ഈസ് ഓഡ് വൺ? ഏതാണ് ഒറ്റയാൻ ഇതിനകത്ത് 4 ഒറ്റയാൻ? എഡ്യൂക്കേഷൻ ഫണ്ട്. പിന്നെ അല്ല, എഡ്യൂക്കേഷൻ ഫണ്ട്. അത്രേ ഉള്ളൂ. കാര്യം എന്താ? ബാക്കി 3 ലാഭത്തിലാന്നേ കൊടുത്താൽ മതി. ലാഭം എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലാന്നേ കൊടുത്താൽ മതി. എഡ്യൂക്കേഷൻ ഫണ്ട് നെറ്റ് പ്രോഫിറ്റിലാണെങ്കിലും കൊടുക്കണം, നെറ്റ് ലോസിലാണെങ്കിലും കൊടുക്കണം. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ വേറെ പല ഉത്തരങ്ങളും വരും. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ആ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. 4 തന്നിട്ട് ഓട് വൺ ഏതാണെന്ന് ചോദിച്ചാൽ, ഒറ്റയാൻ ഏതാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കത്തൊന്നുമില്ല. എക്സാം ബോർഡിനൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു പരിധി വരെ എഡ്യൂക്കേഷൻ ഫണ്ടെന്ന് എഴുതാം. ഓക്കെ, ഇതാണ്. ഓക്കെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം എത്ര ഒന്നില്ലേ? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന് മിനിമം ഇല്ല. ഇതാണ് ആദ്യത്തെ 4. ഓക്കെ, ഇതാണ് ആദ്യത്തെ 4 അപ്രോപ്രിയേഷൻ. ഓക്കെ, ഇതാണ്. ഇനി ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കും? താഴെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് മനസ്സിലായല്ലോ. 3 മാക്സിമം ഓർത്തിരിക്കുക 1 ലക്ഷമാണ്. 3 മാക്സിമം 1 ലക്ഷം. നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിക്കാവുന്നേ ഉള്ളു. പിന്നെ ഈ ചോദിച്ച പോലെ റിസർവ് ഫണ്ടിന് മാക്സിമം ഉണ്ടോന്ന് ചോദിച്ചാൽ മാക്സിമം ഇല്ലെന്നേ. അതിലായി പറയുന്ന അത്രയും കരുതി വെക്കും, അത്രേ ഉള്ളൂ. ഒരു സംഘത്തിന്റെ റിസർവ് ഫണ്ടിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു സംഘത്തിന്റെ റിസർവ് ഫണ്ടിൽ ഓരോ വർഷവും അടിക്കടി എന്താണ് നല്ല വർധനവ് കാണുന്നു. അപ്പൊ നല്ല സിംറ്റം ആണ്, മോശം സിംറ്റം ആണ്? നല്ല ലക്ഷണമാണ്. നല്ല ലക്ഷണമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. റിസർവ് ഫണ്ടിൽ ഇൻക്രീസ് വരുന്നത് സംഘത്തിന്റെ ലാഭക്ഷമതയെ തന്നെ കാണിക്കുന്ന ഒരു മാറ്റവും ഇല്ല. ഇതാണ് ആദ്യത്തെ 4. മനസ്സിലാവും. സെക്ഷൻ 56 പറഞ്ഞു വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള 4 അപ്രോപ്രിയേഷൻ നമ്മൾ പഠിപ്പിച്ചു. അതുമായിട്ട് ബന്ധമുള്ള റൂളുകളും പഠിപ്പിച്ചു. റൂളുകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ കയറി ചോദിക്കില്ല, എങ്കിലും നമ്മളൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് കയറി പറഞ്ഞു തന്നെയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ 15% കുറയാത്തത് റിസർവ് ഫണ്ട്. പ്രോഫിറ്റ് ഇല്ലാതെ 5%, മിനിമം 2000, മാക്സിമം 1 ലക്ഷം എഡ്യൂക്കേഷൻ ഫണ്ട്. 10% MRF, മാക്സിമം 1 ലക്ഷം. 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റൈൻഡ് ബൈ രജിസ്ട്രാർ, മാക്സിമം 1 ലക്ഷം. ഇത്രയാണ്. 10% MRF പറഞ്ഞു, മാക്സിമം 1 ലക്ഷം. 4.
ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ആർക്കെങ്കിലും സംശയം? പിന്നെ ഞാനൊരു ചെറിയ ടോപ്പിക്, ഒരു ചെറിയ നോട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് എഴുതിയിട്ട് തരാം. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയിട്ട് തരാം ഈ പറയുന്ന രൂപത്തിൽ. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളത് ബുക്ക് വെച്ചൊന്നും കാണാൻ പിടിക്കുകയൊന്നും വേണ്ട. എന്തെടുക്കാനാ, എൻ്റെ കാര്യമൊന്നുമില്ല, ഇത്ര കാര്യമുള്ളൂ ഇതിനകത്ത്. ഓക്കെ, ഇതാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ വെക്കുവാണെങ്കിൽ ഓണത്തിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിനേക്കാൾ തിരക്കായിരിക്കും. നിങ്ങൾക്ക് ഈ ഓണച്ചന്തയുടെ മറ്റൊക്കെ പരിപാടി നടക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഇപ്പൊ പഠിച്ചിരിക്കുന്നുണ്ട്, ഇപ്പൊ ഓർമ്മയുണ്ട്. പരീക്ഷ പെട്ടെന്ന് നടന്ന എൻ്റെ അഭിപ്രായത്തിൽ അല്ലേ, പോയ എഴുതി അങ്ങ് ജയിക്കുക എന്നുള്ളേ ഉള്ളൂ, പിന്നെ അല്ല. ശ്രദ്ധിക്കാം, നമ്മൾ പോകുന്നു അടുത്തതിലേക്ക്. ഓക്കെ, നമ്മൾ നാലാമത്തേലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും. 4 പറഞ്ഞ് എന്നെ സംശയിക്കുന്നില്ല. ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആദ്യം ഡിവിഡൻഡ്, DIVIDND, ലാഭവീത. അത്രയാണ്. ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും, മെമ്പർമാർ എന്തോ എവിടെങ്കിലും ലാഭം ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് ആർക്കാ കൊടുക്കുന്ന? മെമ്പർമാർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് അവരുടെ ഏത് ഷെയർ ക്യാപിറ്റൽ അടിസ്ഥാനത്തിൽ? 2 ഒന്ന് ഉത്തരം പറഞ്ഞാൽ. സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓഹരി മൂലധനം. ഓഹരി മൂലധനത്തിന്മേൽ ഓഹരി മൂലധനം എന്ന് പറഞ്ഞാൽ ഏതാന്ന് പറയണോ? സബ്സ്ക്രൈബ്ഡ് ആണ്. അടച്ചു തീർന്നു, പെയ്ഡപ്പ്. ഓക്കെ, തകർത്ത് കളഞ്ഞു. അപ്പൊ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ പരമാവധി എത്ര ശതമാനം കൊടുക്കാം? 25%. യെസ്, 25%. നിങ്ങളുടെ സംഘത്തിൽ 10% കൊടുക്കുന്നുള്ളൂ. നടപടി ശരിയാണ് തെറ്റാണ്? ശരിയാണ്. ശരിയാണ്. 25% കവിയാൻ പാടില്ല എന്നുള്ളൂ. ഓക്കെ, 28% കൊടുക്കും. നടപടി ശരിയാണ് തെറ്റാണ്? തെറ്റാണ്. എത്ര ശതമാനം മാക്സിമം കൊടുക്കാമെന്ന് എവിടെ പറയും? അതാ നേരത്തെ പറഞ്ഞ ഒരു സംഘത്തിന്റെ ബൈലോ പ്രകാരമാണ് നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്നത്. മനസ്സിലായേ? അതാണ്. എത്രയാണ് ഡിവിഡന്റ് മെമ്പർമാർക്ക് കൊടുക്കും. മെമ്പർമാർക്ക് ഡിവിഡന്റ് കൊടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, എത്രയാണ് പരമാവധി എത്ര കൊടുക്കാമെന്ന് ചോദിച്ചാൽ 25% അധികരിക്കാത്ത കൊടുക്കാം. ഓക്കെ, എത്രയാണ്? ഈ ഡിവിഡന്റ് വിഭജിക്കുന്നത് ഏത് മീറ്റിംഗിൽ വെച്ചാന്ന്? നെറ്റ് പ്രോഫിറ്റ് വിഭജിക്കുന്ന ഏത് മീറ്റിംഗിൽ വെച്ചാന്ന് പറഞ്ഞു? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, വാർഷിക പൊതുയോഗം. ഓക്കെ, അടുത്തത് 7%, 7%. അതിന് മുമ്പായിട്ട് ഒരു കാര്യമുണ്ട്, വിട്ടുപോയി. ഡിവിഡന്റ് കഴിഞ്ഞിട്ട് അടുത്തൊന്നുകൂടെ പറയാം. ഡിവിഡന്റ് കഴിഞ്ഞിട്ട് ഓർഡറിൽ തന്നെ വാ. ഡിവിഡന്റ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഓഫ് ബോണസ്, ജീവനക്കാരുടെ ബോണസ് അല്ലേ. ബോണസ് ടു മെമ്പേഴ്സ്, മെമ്പർമാർക്ക് ബോണസ് കൊടുക്കും. മെമ്പർമാർക്ക്, അംഗങ്ങൾക്ക് ബോണസ് കൊടുക്കും. മനസ്സിലായി? എത്ര ശതമാനം ചോദിച്ചാൽ ശതമാനം ഒന്നുമില്ല. പിന്നെ എന്താണ് അടിസ്ഥാനം? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഡീലിങ്സ് വിത്ത് സൊസൈറ്റി. സൊസൈറ്റിയായിട്ട് അവർ നടത്തിയ വോളിയം ഓഫ് ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ നടത്തിയ ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് ബോണസ് കൊടുക്കുന്നത്. ബോണസ് കൊടുക്കുന്ന ജീവനക്കാരുടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ബോണസ് ഓർഡർ അല്ല. പിന്നെ ഇത് ആർക്കുള്ള ബോണസ്? മെമ്പർക്കുള്ള ബോണസ്. എന്താ മെമ്പർ? മനസ്സിലായില്ല. ശരി, ഞാനൊരു ക്ഷീരകർഷകനാണ്, എനിക്ക് പാൽ തരുന്ന മൃഗമുണ്ട്, മിൽക്ക് ക്യാറ്റിലുണ്ട്. ഞാൻ അടുത്തുള്ള ആപ്കോസിലെ മെമ്പറാണ്, ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാണ്. ഓക്കെ, ഞാൻ അവിടെ പാല് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പാല് ഞാൻ ശരിക്കും പാല് അവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പാൽ തരുന്ന മൃഗം ഉണ്ട്. ഓക്കെ, മിൽക്ക് ക്യാറ്റിലുണ്ട്, അതിന്റെ പാല് ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവിടുന്ന് കൂടുതൽ കിട്ടും. മനസ്സിലായി? പ്രൊഡക്ഷൻ ബോണസ്. ഞാനൊരു കൺസ്യൂമർ സംഘത്തിൽ അംഗമാ. ഞാൻ എല്ലാ സാധനങ്ങളും കൺസ്യൂമർ സംഘത്തിൽ നിന്നാണ് മേടിക്കുന്നത്. എനിക്ക് കിട്ടും പർച്ചേസ് ബോണസ്. ഇതാണ് ആ ബോണസിന്റെ എക്സാമ്പിൾ. കൺസ്യൂമർ സംഘത്തിൽ പർച്ചേസ് ബോണസ്, നമ്മുടെ ആപ്കോസിൽ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ആപ്കോസിൽ പ്രൊഡക്ഷൻ ബോണസ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇങ്ങനെ മെമ്പർമാർക്ക് ബോണസ് കിട്ടും. ഈ ബോണസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്ഷീരകർഷകനാണ്, എന്നോടൊപ്പം എൻ്റെ വീടിനടുത്ത് മറ്റൊരു ക്ഷീരകർഷകനുണ്ട്. അദ്ദേഹം പേരിന് വേണ്ടിയിട്ടേ പാല് കൊടുക്കുന്നുള്ളൂ, മെമ്പർഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായ? എന്ന് പറഞ്ഞാൽ 180 days അയാൾ പാല് കൊടുക്കും, 500 ലിറ്റർ അയാൾ കൊടുക്കും. ഇത്രയേ ഉള്ളൂ. മെമ്പർഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി 180 ദിവസം പാലളക്കും, 500 ലിറ്റർ അയാൾ കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനല്ല, ഞാൻ നന്നായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. എന്നെ ആ അയലത്തുകാരനായിട്ടുള്ള ക്ഷീരകർഷകനോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ബോണസ് കിട്ടും. ഞാൻ പറഞ്ഞ അയലത്തുകാരനായിട്ടുള്ള മെമ്പർഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി 180 ദിവസം പാലളക്കും, 500 ലിറ്റർ അയാൾ കൊടുക്കൂ. അയാൾക്ക് പേരിന് വേണ്ടിയേ കിട്ടുള്ളൂ.
എന്താ കാര്യം? ഞാൻ ബിസിനസ് ചെയ്തത് ഒത്തിരി ഉണ്ട്, ആരുമായിട്ട് നോക്കുമ്പോൾ, അടുത്തുള്ള ആ മെമ്പറുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ബോണസ് കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മെമ്പർമാരുടെ ഡീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ. ഇൻ എക്സാമ്പിൾ എന്താ ഞാൻ പറഞ്ഞ? ആപ്കോസിലെ പ്രൊഡക്ഷൻ ബോണസ്, ദെൻ കൺസ്യൂമർ സംഘത്തിൽ പർച്ചേസ് ബോണസ്, ഇതൊക്കെയാണ് നല്ല എക്സാമ്പിൾ. ഓക്കെ, ഇതാണ് അടുത്തത്. ഓക്കെ, പേയ്മെന്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ്. മെമ്പർമാർക്ക് ബോണസ് കൊടുക്കും on the basis of their dealings with the society or volume of business done by them. അവർ ചെയ്ത ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ അതോടെ പറയണത്? ബാങ്കിന്റെ കാര്യത്തിൽ അതെങ്ങനെയാ വരുന്നത് സാറേ? ബാങ്കിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ കൺസ്യൂമർ സൊസൈറ്റി ആണെങ്കിൽ കൊടുക്കണമല്ലോ പർച്ചേസ് ബോണസ്. മനസ്സിലായോ? സൊസൈറ്റി ആണെങ്കിൽ ബാങ്കിനെ അത്ര വലുതായിട്ട് ബാധിക്കത്തില്ല. സൊസൈറ്റി ആണെങ്കിൽ അത് ബാധിക്കും, ഇത്രയേ ഉള്ളൂ. ബാങ്കിന്റെ കേസിൽ അത്ര വലിയ ഇടപാടുകൾ അവിടെ ഇല്ലല്ലോ, ഇത്രയാണ് ഈ പറഞ്ഞ ഇടപാടുകൾ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആപ്കോസിലോ കൺസ്യൂമർ സംഘത്തിലോ ഒക്കെ അത് കൊടുക്കേണ്ടി വരും. ഇതിനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് 7%, 7% ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ACSF. 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എല്ലാ സംഘവും കൊടുക്കണോ? വേണ്ട. നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ കൊടുക്കണോ? നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ സംഘവും കൊടുക്കണ്ട. പിന്നെ ആര് മാത്രം കൊടുത്താൽ മതി? കേട്ടോ, നമ്മുടെ 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു ആരാണ് കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കുക. നമ്മുടെ ചില നമ്മുടെ ലോൺ അറിയാം. ലോൺ കൊടുക്കുന്ന എല്ലാവരും കൊടുക്കണ്ട. നമ്മുടെ ലോണ് ഷോർട്ട് ടൈം, മീഡിയം ടൈം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഉണ്ട്. STMT അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. ഷോർട്ട് ടൈം, മീഡിയം ടൈം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. പിന്നെ നമ്മൾ ചില സമയത്ത് ഷോർട്ട് ടൈം ലോൺ കൊടുക്കും. ഷോർട്ട് ടൈം ലോണിന്റെ മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ ലോൺ. ഒരു വർഷമാകുമ്പോൾ എത്രയായാലും തിരിച്ചടയ്ക്കാൻ പറ്റും. ഈ ഷോർട്ട് ടൈം ലോൺ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് പ്രകൃതി ചതിക്കും. നമ്മുടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ചതിച്ചതുപോലെ പ്രകൃതി ചതിക്കും. മനസ്സിലായി? ചില സമയത്ത് മഴ കാണത്തില്ല, ചില സമയത്ത് മഴ കൂടുതലായിരിക്കും. ഓക്കെ, മഴ കാണത്തില്ല എന്ന് പറഞ്ഞാൽ മഴയുടെ ദൈവമായിട്ടുള്ള ഇന്ദ്രൻ, നമ്മുടെ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആൾക്കാർ പൂജയും കർമ്മമൊക്കെ ചെയ്യും. ഇവിടെ അല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പൊ അങ്ങനെ ചില സമയത്ത് മഴ കാണത്തില്ല, ചില സമയത്ത് മഴയും ബാക്കിയുള്ള പ്രകൃതി ദുരന്തങ്ങളും കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഷോർട്ട് ടേം ലോണ് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയത്തില്ല 1 ഇയർ കൊണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി ചതിച്ചു അല്ലേ? എല്ലാം വെള്ളത്തിലായി, എല്ലാം പ്രകൃതി ദുരന്തത്തിന് അടിമപ്പെട്ടു. ആ സമയത്ത് നമ്മൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ST ലോണിനെ, ഷോർട്ട് ടൈം ലോണിനെ കൺവെർട്ട് ചെയ്ത് എന്താക്കും? മീഡിയം ടൈം ലോൺ ആക്കും. അങ്ങനെ STMT കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായി, അവിടത്തേക്ക് 1 വർഷം കൊണ്ട് വരുന്ന പൈസ ഒന്നും പിന്നീട് 2, 3, 4, 5 വർഷം കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ പുതിയ പുതിയ ആൾക്കാർക്ക് വായ്പ കൊടുക്കുകയും വേണം. അങ്ങനെ അവരുടെ മനസ്സിലായി ഫിനാൻസില്, അവരുടെ ഫണ്ടില് ഒരു ചാഞ്ചാട്ടം വരാം, തീർച്ചയായിട്ടും വരും. അവിടെ ക്യാഷിന്റെ ഇൻഫ്ലോ ഒന്നുമില്ല, വരവൊന്നുമില്ല, പക്ഷെ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ചെലവുണ്ടാവുകയും ചെയ്യും. ഈ ഒരു ഇംബാലൻസ് സന്തുലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് മാത്രം ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ പേരാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഇതാര് ക്രിയേറ്റ് ചെയ്യണ്ട? നമ്മുടെ ലോങ് ടൈം ലോൺ കൊടുക്കുന്നവര് വേണ്ട, കാർഷിക വായ്പ കൊടുക്കുന്ന സഹകരണ സംഘങ്ങൾ മാത്രം മതി. കാർഷികേതര വായ്പ കൊടുക്കുന്ന സംഘം മെയിൻറ്റെയിൻ ചെയ്യണ്ട. തെളിച്ചങ്ങ് പറഞ്ഞാൽ അർബൻ ബാങ്ക് വേണോ? വേണ്ട. ഹൗസിംഗ് സൊസൈറ്റി വേണോ? വേണ്ട. എംപ്ലോയീസ് സൊസൈറ്റി വേണോ? വേണ്ട. കാര്യം ഇത് 3 നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാ. കേരളത്തിൽ 3 നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയേ ഉള്ളേ. നിങ്ങളത് സാറുമാരെ പഠിപ്പിച്ചു കാണും. കേരളത്തിൽ 3 നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയേ ഉള്ളു. അവിടെ ചെന്ന എല്ലാ തരം വായ്പയും കിട്ടും, കൃഷി വായ്പ ഒഴികെ. ഏതാത്? അർബൻ എംപ്ലോയീസ് ഹൗസിംഗ്, അർബൻ ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റി, എംപ്ലോയീസ് സൊസൈറ്റി. അർബൻ ബാങ്കിൽ ചെന്നാൽ കൺസംഷൻ ലോണോ, വീട് പുതുക്കുന്നതിനുള്ള വായ്പയോ, വെഹിക്കിൾ ലോണോ, ഇങ്ങനെയുള്ള എല്ലാ കുന്ത്രാണ്ടങ്ങളും കിട്ടും. പക്ഷെ നമ്മുടെ എന്ത് കിട്ടില്ല? കൃഷി വായ്പ കിട്ടില്ല.
നമ്മുടെ എംപ്ലോയീസ് സൊസൈറ്റി ചെന്നാൽ എംപ്ലോയീസിന് ഇപ്പൊ തന്നെ ജോലിയുണ്ട്, അതുകൊണ്ട് കൃഷി വായ്പ കൊടുക്കില്ല. നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എംപ്ലോയീസിന് എമർജൻസി ലോണോ വെഹിക്കിൾ ലോണോ കൺസംഷൻ ലോണോ ഒക്കെ കൊടുക്കും. ഹൗസിംഗ് സംഘത്തിൽ ചെന്നാൽ വീട് വെക്കുന്നതിനോ വസ്തുവും വീടും വാങ്ങുന്നതിനോ ഒക്കെ വായ്പ കൊടുക്കും. പക്ഷെ അവിടുന്ന് കൃഷി വായ്പ കൊടുക്കില്ല. ഇത് മൂന്നും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാ. അവിടുന്ന് ഈ പറയപ്പെട്ട അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട. കൂടാതെ PCARDB, എന്താ PCARDB? പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക്. നമ്മുടെ കേരളത്തിൽ ഒരു താലൂക്കിന് 1 വീതം ഭൂപണ ബാങ്ക് ഉണ്ട്. കേരളത്തിൽ 78 താലൂക്കുണ്ട്. 78 PCARDB ഉണ്ടോന്ന് ചോദിച്ചാൽ 78 ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. 78 ആയിട്ടുള്ളൂ. അഗളിയിലെ PCARDB വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, PCARDB പഠിപ്പിക്കുന്ന സാറ് പറയുന്നത്. എങ്കിലും ഇത് തന്നെയാണ് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ഒരു താലൂക്കിന് 1 വീതമാണ് അതിന്റെ പ്രവർത്തന പരിധി. കേരളത്തിൽ 78 താലൂക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും 78 PCARDB വരണം. എനിക്കൊന്ന് അഗളിയിലെ ഒരെണ്ണം വന്നിട്ടില്ല. 77 ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. 77 സാർ. ഓക്കെ, അതിന്റെ അപേക്ഷ അജിത്ത് അവിടെ ഭൂപണ ബാങ്കിലാണോ? ഭൂപണ ബാങ്കിലാണോ? അതെ അതെ ഓക്കെ ഓക്കെ. അതെ അതെ അതെ. അഗളിയിലാണോ വരാനുള്ളത്? എവിടെ വരാനുള്ളത്? അതറിയില്ല. ഇപ്പൊ 77 ബാങ്കാണ് ഇപ്പൊ നിലവിലുള്ളത്. 77ാമതായിട്ട് നമ്മൾ പയ്യന്നൂർ വന്നത്. ഓക്കെ ഓക്കെ. അഗളിയാണ് എനിക്ക് എങ്ങനെ ഓർമ്മ. 77 അതിന് മറ്റൊന്നുമില്ല. 78 അഗളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ്. അപ്പോഴേ ഇപ്പൊ അങ്ങനെ ഒരു താലൂക്കിന് 1 വീതമാണ് PCARDB. PCARDB നമ്മുടെ പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക്. അവരുടെ അപ്പെക്സ് ബോഡിയുടെ പേരാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, KCRDB. ഭൂപണ ബാങ്കിന്റെ കുറെ ടേംസ് ഒക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് പറയാനുണ്ട്, അത് നമുക്ക് പറയാം. അതോടെ നിൽക്കട്ടെ. ഇതാണ്. അപ്പോഴ് ഈ പറഞ്ഞ ഭൂപണ ബാങ്ക് ACSF അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട. എത്രയാണ്? പിന്നെ ആര് മെയിൻറ്റെയിൻ ചെയ്താൽ മതി? ഷോർട്ട് ടൈം മീഡിയം ടൈം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്നവർ മതി. ഷോർട്ട് ടൈം മീഡിയം ടൈം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്നവർ മാത്രം മതി. അവർക്ക് ഈ പ്രശ്നം വരൂ. ഓക്കെ, ഇതാണ് 7%. അപ്പൊ 7% എന്തുവാ? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണോ? വേണ്ടെന്നേ. ആര് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി? സൊസൈറ്റീസ് വിച്ച് ഇഷ്യൂ ഷോർട്ട് ടൈം മീഡിയം ടൈം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അത്രേ ഉള്ളൂ. ഭൂപണ ബാങ്ക് വേണോ? വേണ്ട. അർബൻ ബാങ്ക് വേണോ? വേണ്ട. എംപ്ലോയീസ് സംഘം വേണോ? വേണ്ട. ഹൗസിംഗ് സംഘം വേണോ? വേണ്ട. ആ 3 പേരും ആ ത്രിമൂർത്തികൾ ആരാ? കേരളത്തിലെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ എംപ്ലോയീസ് ഹൗസിംഗ്, അവര് വേണ്ട. ഭൂപണ ബാങ്ക് വേണ്ട. അവർ കൊടുക്കുന്ന ലോങ് ടൈം ലോൺസ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ആകുമ്പോൾ ഏകദേശം നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരവസ്ഥയിലേക്ക് വരും. ഇതാണ്. അത് ശ്രദ്ധിക്കുക. ഡൊണേഷൻ, പിരിവേ സംഭാവന എത്ര ശതമാനത്തിൽ കൂടുതൽ കൊടുക്കരുത്? 10%. എത്രന്റെ 10%? നെറ്റ് പ്രോഫിറ്റിന്റെ. ഓക്കെ, അടുത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടുക്കാവോ? പറ്റത്തില്ല. കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പറ്റത്തില്ല. അടുത്തുള്ള അമ്പലത്തിൽ മനസ്സിലായില്ല, സപ്താഹം നടക്കുന്ന 7 ദിവസം പരിപാടി നടക്കും, അവിടത്തേക്ക് ഡൊണേഷൻ കൊടുക്കാവോ? പറ്റത്തില്ല. പോട്ടെ, സപ്താഹത്തിന് പറ്റത്തില്ല. നവാഹത്തിന് പറ്റുമോ? അതും പറ്റത്തില്ല. അതിനും പറ്റത്തില്ല. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഏതാ അഡ്വർടൈസ്മെന്റ് പറഞ്ഞാലേ കൊടുക്കല്. അല്ല, അതിന്റെ കാര്യം പറയുക. അപ്പൊ അങ്ങനെ പിന്നെ ഇത് ഏത് കാര്യത്തിനാണ് കൊടുക്കാവുന്നത്? 1890 1890 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട്. 1890 ചാരിറ്റബിൾ, CHARITABL, എൻഡോമെന്റ് ENDOWMENTS, ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് 1860 കേന്ദ്ര നിയമമാണ്. ഈ ആക്ടിലെ സെക്ഷൻ 2 വകുപ്പ് 2 കുറെ പ്രവർത്തനങ്ങളെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിലെ സെക്ഷൻ 2 പറയുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് ഡൊണേഷൻ കൊടുക്കാം. എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ? മെഡിക്കൽ റിലീഫ് കൊടുക്കാം, റിലീഫ് ടു വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തം വന്ന ആൾക്കാർക്ക് കൊടുക്കാം. മനസ്സിലായി? റിലീഫ് ടു പുവർ, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാം. മെഡിക്കൽ റിലീഫ് കൊടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാം.
ചുരുക്കി പറഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ പരമാവധി 10% അധികരിക്കാത്ത തുക. എല്ലാ വർഷവും കൊടുക്കാവോ? എല്ലാ വർഷവും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ കൊടുക്കാവുന്നേ. എത്ര കൊടുക്കാം? പരമാവധി 10%. ഏത് കാര്യത്തിനാണ് ഡൊണേഷൻ കൊടുക്കുന്നത്? 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് അത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. നമ്മൾ നിർവചനം ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ നിർവചനം വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിലെ സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമേ ഡൊണേഷൻ കൊടുക്കാവൂ. തീർന്നു. എത്ര കൊടുക്കാം? പരമാവധി 10%. എന്നത്തെ 10%? ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന്റെ പരമാവധി 10% ഡൊണേഷൻ ആയിട്ട് കൊടുക്കാം. ഇത്രയും ബാലൻസ് ആസ് പെർ ബൈല. ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ബൈല പ്രകാരം കൊടുക്കാം. അത് ബൈലായി പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സംഘത്തിന്റെ ബൈലയില് മനസ്സിലായി ബിൽഡിംഗ് ഫണ്ടെന്നോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും, അതിലേക്ക് കൊടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞത് വിട്ടുപോയി, അതോടെ ചോദിക്കും. ഒരു സഹകരണ സംഘത്തിൽ ഡൊണേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കരുതിയിരിക്കുന്ന ഫണ്ടിന്റെ പേര്, ഒരു സഹകരണ സംഘത്തിൽ ഡൊണേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഫണ്ടിന്റെ പേര് 3 അക്ഷരം ഇംഗ്ലീഷിൽ. ആദ്യം തുടങ്ങുന്ന സിയില, സി, പിന്നെ 2 അക്ഷരം. കോമൺ ഗുഡ് ഫണ്ട്. കോമൺ ഗുഡ് ഫണ്ട്. പൊതുനന്മ ഫണ്ട് എന്നാണ്. CGF, കോമൺ ഗുഡ് ഫണ്ട്. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒബ്ജക്റ്റീവ് ചോദിക്കാവുന്ന ഒരു ചോദ്യമോ. സഹകരണ സംഘത്തിൽ ഡൊണേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കരുതിയിരിക്കുന്ന ഫണ്ട് ഏതാണ്? CGF, കോമൺ ഗുഡ് ഫണ്ട്, പൊതുനന്മ ഫണ്ട്. ആരൊക്കെയോ വീട്ടിൽ തകർക്കും. ഇതാണ്. അപ്പോഴ് നിങ്ങൾ ആ മൈക്കിന്റെ കാര്യം നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം. മൈക്കൊന്ന് നോക്കണം. മൈക്ക് കഴിയുന്നത് മ്യൂട്ട് ചെയ്ത് വെക്കുക. മൈക്ക് കഴിയുന്നത് മ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് കൂടെ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അങ്ങ് മ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാവരും ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പൊ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ബാക്കി വരുന്ന ബൈലാ പ്രകാരം മാറ്റി വെക്കാം. ബൈലാ പ്രകാരം ബിൽഡിംഗ് ഫണ്ടെന്നോ ഏതെങ്കിലുമൊക്കെ ഫണ്ടിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് സാധാരണഗതിയിൽ മെമ്പർമാർക്ക് മാത്രമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. മെമ്പർമാരെന്ന് പറഞ്ഞാൽ നോമിനൽ മെമ്പർമാര് അല്ല. പക്ഷെ ഒരു സ്ഥാപനത്തിന് നോമിനൽ മെമ്പർക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ഏതാണ് സ്ഥാപനം? ഡിവിഡൻഡ് വേണമെന്നുണ്ടെങ്കിൽ ആ നോമിനൽ മെമ്പേഴ്സിന് കൊടുക്കാം. ഏതാണ് സ്ഥാപനം? മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രീ ഗോപി ഏതാ വനിതൊന്നുമല്ല. നമ്മുടെ ഗോപി കോട്ടമുറിക്കൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന, ശ്രീ MK കണ്ണൻ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന, ശ്രീ ജോർജ് TM ചാക്കോ CEO ആയിട്ടിരിക്കുന്ന കേരള ബാങ്ക്. കേരള ബാങ്കിന് കൊടുക്കാം. കാര്യം കേരള ബാങ്കിന്റെ കേസിൽ ഇപ്പോഴ് നമ്മുടെ സഹകരണ സംഘങ്ങളെല്ലാം സ്വയം പര്യാപ്തരായി. കേരള ബാങ്കിൽ പോയി പൈസ മേടിക്കേണ്ട കാര്യമൊന്നും നല്ല ബാങ്കിനൊന്നും ഇല്ല. പിന്നെ കേരള ബാങ്കിന്റെ ബിസിനസിന്റെ നല്ല ഭാഗവും ഇപ്പൊ ഇൻഡിവിജ്വൽസാണ് ചെയ്യുന്നത്. അത് സത്യമാണ്. ഇൻഡിവിജ്വൽസിന്റെ ബിസിനസ്സാണ് നല്ലത്. ഡിപ്പോസിറ്റ് ആയാലും ലോൺ ആയാലും എല്ലാം കൂടുതലും കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ പോലുള്ള ഇൻഡിവിജ്വൽസ്. അതുകൊണ്ട് മെമ്പർ എന്നുള്ള പട്ടികയിൽ ഡിവിഡൻഡ് കേസിൽ വേണമെന്നുണ്ടെങ്കിൽ ആ മെമ്പർമാരുടെ പട്ടികയിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നുണ്ട്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറെ കുറിച്ച് പറയുന്ന വകുപ്പ് 18. ഓക്കെ, സൂചിപ്പിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കത്തില്ല. ഇത്രയുള്ള നമ്മുടെ വകുപ്പ് 56. എത്രയുള്ളൂ? ഈ ഒരൊറ്റ കാര്യമുള്ള വകുപ്പ് 56. ഒന്നുകൂടെ പറയാം. ഇന്നതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എളുപ്പമാണ്. ഓക്കെ, നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഒരു ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിലബസിൽ മനസ്സിലായി. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമങ്ങളും ചട്ടങ്ങളും പറഞ്ഞ് 15 മാർക്കിനുണ്ട്. അതിൽ 14 ചാപ്റ്ററാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് 6ാമത്തെ ചാപ്റ്റർ മുതലാണ്. ഓക്കെ, 6ാം ചാപ്റ്റർ മുതലാണ്. ഞാനത് 6 മാറ്റിയിട്ട് ഇന്ന് 7 മുതലാണ് തുടങ്ങിയത്. 6 നമ്മൾ അടുത്ത ദിവസം എടുക്കും. അടുത്ത ദിവസം എടുക്കും.
ആറൊന്നുമില്ല, ഒരു 10 മിനിറ്റ് എനിക്ക് പറയാനേ ഉള്ളൂ. ആറിനകത്തൊന്നുമില്ല. സഹകരണ സംഘങ്ങളുടെ വിശേഷ അവകാശങ്ങൾ എന്നാണ്, പ്രിവിലേജസ് എന്നാണ്. ഓക്കെ, പ്രിവിലേജസ് എന്നുള്ളതാണ്. പ്രിവിലേജസ് പറഞ്ഞാൽ സഹകരണ സംഘങ്ങൾക്കുള്ള പ്രത്യേകമായ ചില അവകാശങ്ങൾ. സെക്ഷൻ 35 മുതൽ 41 വരെ പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ, 5ാമത് ചാപ്റ്റർ പ്രിവിലേജസ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നെടുത്തത് സഹകരണ സംഘങ്ങളുടെ സ്വത്തുക്കളും ഫണ്ടുകളും എന്നാണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, സെക്ഷൻ 55 പറഞ്ഞു, 56 പറഞ്ഞു. 55 പറഞ്ഞ ഇതാണ്: ഒരു സഹകരണ സംഘത്തിൽ വിഭജിക്കാവുന്ന ഏക ലാഭം നെറ്റ് പ്രോഫിറ്റ് മാത്രമാണ്. ഇവിടെ പറയുന്നു 55. ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ വീതിക്കണം? 56 പറയും. ഓക്കെ, എങ്ങനെയാ പറഞ്ഞ്? 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. മിനിമം ഉണ്ടോ? ഇല്ല. മാക്സിമം ഉണ്ടോ? ഇല്ല. ദൈനംദിന പ്രവർത്തനത്തിന് വിനിയോഗിക്കാവോ? പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഫിനാൻസിങ് ബാങ്കിൽ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത അതിന്റെ പേരെന്താ? റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ്. കോഓപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് അസറ്റ് ആണ്. ഓക്കെ, രജിസ്ട്രാറുടെ അനുമതിയുണ്ട്. 50% വരെ പിൻവലിച്ച് ഉപയോഗിക്കാം. ദൈനംദിന കാര്യത്തിന് അനുമതി കൊടുക്കില്ല. ഗവൺമെന്റ് അനുമതി ഉണ്ടെങ്കിൽ 100% വരെ പിൻവലിച്ച് ദൈനംദിന കാര്യത്തിന് ഉപയോഗിക്കുക. അനുമതി കൊടുക്കില്ല. പിന്നെ എന്തിനാ വിനിയോഗിക്കുന്നത്? ടു മീറ്റ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. അപ്രതീക്ഷിതമായ സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കരുതൽ ധനം കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ 31/12/2024 ഇപ്പൊ അമെന്റ്മെന്റ് വന്നപ്പോഴ് മനസ്സിലായി, ഈ റിസർവ് ഫണ്ടിൽ കയറി സർക്കാർ കളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഈ റിസർവ് ഫണ്ടിൽ കയറി ഗവൺമെന്റ് ഒരു പിടി പിടിച്ചിട്ടുണ്ട്. അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമല്ലത്. മനസ്സിലായി. 57E എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. 57E ABCDE CRFS എന്നാണ് എൻ്റെ പേര്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഏതാണ്? കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. മനസ്സിലായി. അതിനകത്ത് ഈ പറഞ്ഞ റിസർവ് ഫണ്ടിൽ കയറി പിടിച്ചിട്ടുണ്ട്, സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ കയറി പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ അന്നേരം പറയാം. ഇപ്പൊ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആവും. 57E എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. CRFS എന്നാണ്, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സഹകരണ സംഘങ്ങളുടെ പുനരുദ്ധാരണത്തിനുള്ള നിധി എന്നാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. പുതിയതാണ്, വന്നതേ ഉള്ളൂ. CRFS, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഞാൻ പറയും, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇതാണ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് പിന്നെ നോർമൽ കേസിൽ ആർക്ക് എപ്പോഴും പിൻവലിച്ച് ഉപയോഗിക്കാം? നമ്മുടെ ലിക്വിഡേറ്റർക്ക് എപ്പോഴും വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിൽ. എന്തിന്? ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ. എങ്ങനെ? 1 by 1 ആയിട്ട്. അത്രയാണ്. ബാക്കിയുള്ള ഫണ്ടിന്റെ കൂടെ ഇതുകൂടെ പിൻവലിച്ച് ഉപയോഗിക്കുക. അത്രയുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറഞ്ഞു എഡ്യൂക്കേഷൻ ഫണ്ട്. എന്താ എഡ്യൂക്കേഷൻ ഫണ്ട്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ട്. വ്യക്തമായിട്ട് പഠിക്കുക. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എത്ര ശതമാനത്തിൽ അധികരിക്കരുത്? 5% അധികരിക്കരുത്. മിനിമം എത്ര? 2000 പ്രോഫിറ്റിലാണെങ്കിൽ. മാക്സിമം എത്ര പ്രോഫിറ്റിലാണെങ്കിൽ? 1 ലക്ഷം. ഓക്കെ, എല്ലാ സംഘങ്ങളും അടയ്ക്കണോ? നെറ്റ് ലോസിലാണെങ്കിലും അടയ്ക്കണം. എവിടെ അടയ്ക്കേണ്ടത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. ആരുടെ അക്കൗണ്ടിൽ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ അക്കൗണ്ടിൽ. എപ്പോഴാണ് അടയ്ക്കേണ്ടത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. എത്ര പരമാവധി ലാഭത്തിലാണ് അടയ്ക്കേണ്ടത്? 1 ലക്ഷം. ആരാ ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്? കോഓപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. നമ്മുടെ കോലിയക്കോട് കൃഷ്ണനാരായൺ പാർട്ടി ചെയർമാനായിട്ടിരിക്കുന്ന സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. മനസ്സിലായി. പിൻവലിച്ച് ഉപയോഗിക്കും, അവർക്ക് ഉപയോഗിക്കാം. എത്രയുണ്ട്? ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് 2 മാസത്തിനുള്ളിൽ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ പാവപ്പെട്ട സെക്രട്ടറിക്ക് പിഴ 8%. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ ചട്ടം 53. അടുത്തത് 10% MRF, കോപ്പറേറ്റീവ് മെമ്പർ ലൈഫ് ഫണ്ട്. മാക്സിമം 1 ലക്ഷം. എല്ലാവരും അടയ്ക്കണോ? വേണ്ട. ആര് മാത്രം അടച്ചാൽ മതി? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ മാത്രം. 10%. ഓക്കെ, 1 ലക്ഷം. എവിടെ അടയ്ക്കേണ്ടത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. ആരുടെ അക്കൗണ്ടിൽ? രജിസ്ട്രാറുടെ അക്കൗണ്ടിൽ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ. അടച്ചില്ലെങ്കിൽ സിഇഒക്ക് പിഴപ്പലിശ 6%. ഈ പറഞ്ഞ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിന്റെ ചട്ടം 53A. 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റൈൻഡ് ബൈ ദ രജിസ്ട്രാർ. മാക്സിമം ഉണ്ടോ? ഉണ്ടെന്നേ. എത്രയാണ്? 1 ലക്ഷം. 1 ലക്ഷം. നെറ്റ് ലോസിലാന്ന് അടയ്ക്കണോ? വേണ്ട. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ആരെ ഉദ്ദേശിച്ചുള്ളതാണ്? കേപ്പിനെ. എന്താ കേപ്പ്? 1999 രൂപീകരിച്ച ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്.
എന്താ ഉദ്ദേശം? നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ആരാ ചെയർമാൻ? ബഹുമാനപ്പെട്ട CM ആണ്, ചീഫ് മിനിസ്റ്റർ ആണ്. ആരാണ് വൈസ് ചെയർമാൻ? നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, കേപ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതാണ് CMRF. ഓക്കെ, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ്. ഓക്കെ, MRF കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ആരുണ്ട്? 3 അംഗ കമ്മിറ്റി. ആരാണ് ത്രിമൂർത്തികൾ? സഹകരണ വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് സെക്രട്ടറി, സഹകരണ സംഘം രജിസ്ട്രാർ. ഓക്കെ, ഇത് എന്തിനാണ്? ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറീസ് ആർ സംഘത്തിലെ മെമ്പർമാർ, അവർക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റൈൻഡ് ബൈ രജിസ്ട്രാർ. എല്ലാ സംഘം അടയ്ക്കണ? വേണ്ടെന്നേ, ആര് മാത്രം അടച്ചാൽ മതി? നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. മാക്സിമം എത്രയാണ്? 1 ലക്ഷം രൂപ. എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കുന്നവർ ഇത് അടയ്ക്കണോ? അടച്ചേ പറ്റൂ. രണ്ടും വിളമ്പുന്നത് 2 പാത്രത്തിലാണ്. എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത് സംസ്ഥാന സഹകരണ യൂണിയന്റെ പാത്രത്തിലാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് വിളമ്പുന്നത് രജിസ്ട്രാറുടെ പാത്രത്തിലാണ്. അത്രയാണ്. ഓക്കെ, ഇതാണ് 4 കാര്യങ്ങൾ. ബാലൻസ് പറഞ്ഞു. ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ്, ആദ്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. ഡിവിഡൻഡ് കൊടുക്കുന്ന മെമ്പർമാരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ മാക്സിമം 25% കൂടരുത്. മാക്സിമം എന്ന് പറഞ്ഞാൽ 25% ആയിരിക്കും. ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കുന്നത് മെമ്പർമാരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ, ലാഭവീതം. ഓക്കെ, ഇത് അടുത്ത ബോണസ് കൊടുക്കാം. മെമ്പർമാർക്ക് ആ ബോണസ് എന്തിനടിസ്ഥാനത്തിൽ? അവര് സംഘമായിട്ട് നിർവഹിച്ചിട്ടുള്ള ബിസിനസിന്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ, നമ്മുടെ കൺസ്യൂമർ സംഘത്തിൽ പർച്ചേസ് ബോണസ്, നമ്മുടെ ആപ്കോസിൽ, ആപ്കോസ് പറഞ്ഞാൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. ഗുജറാത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ആനന്ദ്, അല്ലേ? ഗുജറാത്തിലെ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. 1/1/1980 മുതലാണ് നമ്മുടെ ഇവിടെ ആപ്കോസ് വന്നത്. എന്നുമല്ല 1/1/1900, നമുക്ക് ആപ്കോസ് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1/1/1980 മുതലാണ് ആപ്കോസ് വന്നത്. എന്താ ആപ്കോസ്? ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി. ഓക്കെ, അതിന്റെ മേളിൽ എന്താ ഉള്ളത്? നമ്മുടെ ഡയറി സൊസൈറ്റിക്ക് കേരളത്തിൽ എത്ര ടയർ ഉണ്ട്? എത്ര തട്ടുണ്ട്? ഡയറി സൊസൈറ്റിക്ക് DAIRY 3 ടയർ. ശരിയാണ്. ഡയറി DIARY അല്ല, DAIRY. ഡയറി സൊസൈറ്റിക്ക് 3 ടയർ ആണ്. താഴത്തെയാണ് ആപ്കോസ്. മനസ്സിലായി? ഇടയിലുള്ളത് RCMPU എന്നാണ്. RCMPU. എന്തോ RCMPU എന്ന് പറഞ്ഞാൽ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നാണ്. എന്താണ് RCMPU? റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. റീജിയൻ എന്ന് പറഞ്ഞാൽ ജില്ലകൾ ചേരുന്നതിനെയാണ് റീജിയൻ എന്ന് പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട. TRCMPU ട്രിവാൻഡ്രം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഓക്കെ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകൾ ERCMPU എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. വടക്കൻ ജില്ലകളെല്ലാം കൂടെ MRCMPU മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഇങ്ങനെ 3 റീജിയണൽ യൂണിയൻ ഉണ്ട്. ഏതൊക്കെ? TRCMPU, ERCMPU, MRCMPU. ഇങ്ങനെ 3 റീജിയണൽ യൂണിയൻ ഉണ്ട്. ഈ 3 റീജിയണൽ യൂണിയന്റെ ഒരു ഫെഡറേഷൻ ഉണ്ട്. എന്താണ് ആ ഫെഡറേഷന്റെ പേര്? മിൽമ. മിൽമ എന്നുള്ള അതിന്റെ ഫെഡറേഷന്റെ പേരല്ല, അതിന്റെ ബ്രാൻഡ് നെയിമാ. ഫെഡറേഷന്റെ പേര് പറഞ്ഞു. ഫെഡറേഷൻ തന്നെ വാക്കിനകത്തുണ്ട്. മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. പൂർണ്ണമായിട്ട് പറയട്ടെ. KCMMF. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് ഇല്ലെങ്കിലും കേരള കോപ്പറേറ്റീവ് മിൽക്ക്, കേരള സ്റ്റേറ്റ് കേരള കോപ്പറേറ്റീവ് ആയാലും മതി. കേരള കോപ്പറേറ്റീവ് മിൽക്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF. അവരുടെ ബ്രാൻഡ് നെയിമാണ് എന്ത്? മിൽമ. അവരുടെ ബ്രാൻഡ് നെയിമാണ് മിൽമ. ദ ഗുഡ്നസ് കേരള അവേക്കൻ, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് അവർ അവകാശപ്പെടുന്നു. ഇതാണ് KCMMF. അതിന്റെ ബ്രാൻഡ് നെയിമാണ് മിൽമ. അതുപോലെ ഗുജറാത്തിൽ ഒരെണ്ണമുണ്ട്, അതിന്റെ പേര് GCMMF, ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിന്റെ ബ്രാൻഡ് നെയിമാണ് അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ഇന്ത്യ ലിമിറ്റഡ്. കർണാടകത്തിൽ ഒരെണ്ണമുണ്ട്, കർണാടക കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിന്റെ ബ്രാൻഡ് നെയിമാണ് നന്ദിനി. നന്ദിനി പാൽ വിൽക്കുന്നതിന് ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ, അതാണ് നന്ദിനി. ഓക്കെ, അപ്പൊ ഞാനീ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് ഡയറി സൊസൈറ്റി എനിക്ക് തോന്നുന്നു സിലബസിലുണ്ടോ നോക്കട്ടെ.
നിങ്ങൾക്ക് ഡയറി സൊസൈറ്റി സിലബസിലുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ. ഓഫ് കോഴ്സ് ഉണ്ട്. ഓക്കെ. ആനന്ദ് മാതൃക സഹകരണ സംഘം കേട്ടോ, നിങ്ങളുടെ സിലബസിലുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മനസ്സിലായോ? KC MMF ഒക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ വേസ്റ്റ് ആയില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏതാ ടോപ്പിക്ക്? കേരളത്തിലെ വിവിധ തരം സഹകരണ സംഘങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും. അതിനകത്ത് 7ാമത്തെ ടോപ്പിക്കിൽ ഇത് പറയുന്നുണ്ട്. ആനന്ദ് മാതൃക സഹകരണ സംഘം ഓഫ് കോഴ്സ്, പ്രാഥമിക ക്ഷീരസംഘങ്ങളുടെ ലക്ഷ്യവും പ്രവർത്തനവും, പ്രാദേശിക ക്ഷീരോത്പാദന യൂണിയൻ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ KC MMF. ഇത്രയാണ്. അത് പഠിക്കുമ്പോൾ എളുപ്പമാവും. മനസ്സിലായ? ഇപ്പൊ കേരളത്തിൽ ഡയറി സൊസൈറ്റിക്ക് മോഡേണും ഉണ്ട് ട്രഡീഷണലും ഉണ്ട്. കേരളത്തിൽ ഡയറി സൊസൈറ്റി മോഡേണും ഉണ്ട് ട്രഡീഷണലും ഉണ്ട്. മോഡേണിന്റെ പേരാണ് ആപ്കോസ്, ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. താഴെത്തട്ട് ഇടയ്ക്ക് RCMPU, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. മുകളിൽ KC MMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. നമ്മുടെ KC മണി ചെയർമാനായിട്ടുള്ള മിൽമ. ഇവിടെ ബ്രാൻഡ് നെയിമാണ് മിൽമ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറയുന്നവർ. ദ ഗുഡ്നസ് കേരള അവേക്കൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. പഠിപ്പിക്കുന്ന സാറുമാർ ആരായാലും അത് പറയും. അന്നേരം നിങ്ങളത് ഓർക്കണം. ഓക്കെ. കേരളത്തിലെ ക്ഷീരരംഗത്തെ അപ്പക് സ്ഥാപനം എന്ന് ചോദിച്ചാൽ അപ്പോഴേ എഴുതിക്കോണം KC MMF. KC MMFന്റെ ബ്രാൻഡ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ മിൽമ. ഓക്കെ, മിൽമ. അതുപോലെ ഞാൻ മറക്കാതിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഗുജറാത്തിൽ ഇത് ഒരെണ്ണമുണ്ട്. എൻ്റെ പേരാണ് GC MMF, ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അവരുടെ ബ്രാൻഡ് നെയിമാണ് അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ഇന്ത്യ ലിമിറ്റഡ്. കർണാടകയിലും ഉണ്ട്. കർണാടകയിൽ ഇവിടെ വിറ്റ പാലൊക്കെയാണ് നമ്മുടെ നന്ദിനി, കർണാടകത്തിന്റെ പാലാണ് ഇതുപോലെ. ഓക്കെ, ഓർത്തിരിക്കും. ഇന്നിനോടൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നോ? ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ അവർ നടത്തിയ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കും. പിന്നീട് 7% അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റും. ഓക്കെ, എല്ലാവരും മാറ്റണോ? വേണ്ടാന്നേ. ഷോർട്ട് ടൈം, മീഡിയം ടൈം അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുന്നവർ മാത്രം സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിയാൽ മതി. എത്രയാ മാക്സിമം ഒന്നുമില്ല, 7% തന്നെ. ഓക്കെ. പിന്നെ ഡൊണേഷൻ എത്ര ശതമാനം കൊടുക്കാൻ? നെറ്റ് പ്രോഫിറ്റിന്റെ പരമാവധി 10%. നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുന്ന എന്തിനാ? 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് എത്രയുള്ളൂ? എല്ലാ വർഷവും കൊടുക്കാവോ? എല്ലാ വർഷവും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. നെറ്റ് ലോസ് ഉണ്ടെങ്കിലോ പറ്റത്തില്ല. നെറ്റ് പ്രോഫിറ്റിന്റെ പരമാവധി എത്ര കൊടുക്കാൻ പറ്റൂ? 10%. ഓക്കെ. അടുത്തത് ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ബൈലോ എടുത്ത് നോക്കിയാൽ മതി. ലാഭ വിഭജനത്തിനിടയ്ക്ക് കാണും. ഇവിടെ ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഈ ബിൽഡിംഗ് ഫണ്ടെന്നോ ഇതൊക്കെയുള്ള ചില ഫണ്ടുകൾ പറഞ്ഞിരിക്കും. ആ ഫണ്ടിലേക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? ഇത്രയാണ്. പിന്നെ ഇവിടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിൽ ഈ മെമ്പർ എന്നുള്ള പ്രയോഗത്തിൽ നോമിനൽ മെമ്പർ ഉൾക്കൊള്ളും. അവർക്കും ഡിവിഡൻഡ് ഉൾപ്പെടെ കിട്ടാം. ഇതിനാണ് നമ്മുടെ 56 തീർന്നു. അതിനകത്തൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളെ സെക്ഷൻ 56 വലിയ സംഗതിയാന്നൊക്കെ പറയും. ഒരു സംഗതിയില്ല, ചെറിയൊരു സംഗതി, എത്രയേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ്. ഞാനൊരു ചെറിയ നോട്ടുകൂടെ നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മളൊരു 56 കൂടെ എടുക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടെ എടുക്കുന്നു. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. 8:44 ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ എന്നാ ഇച്ചിരി എടുക്കാമല്ലോ. സകലം കൂടെ കുറച്ചെടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. 56 എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹകരണ സംഘത്തില് ഒത്തിരി കുടിശ്ശികയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഫയലൊക്കെ, ഈ ലോൺ ഫയലൊക്കെ നമ്മൾ ആരെ ഏൽപ്പിക്കും? നമ്മുടെ രജിസ്ട്രാറെ ഏൽപ്പിക്കും. ആർബിട്രേറ്റർക്ക് കൊടുക്കും. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ് രജിസ്ട്രാറെ ഏൽപ്പിക്കും. ഇപ്പൊ ഏൽപ്പിക്കുന്ന ഒരു സമയപരിധി ഒക്കെ വന്നിട്ടുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് എത്ര വർഷത്തിനകം ഫയൽ ചെയ്യണമെന്നാ പുതിയ നിയമം. പുതിയ നിയമം അനുസരിച്ച് പണസംബന്ധമായ തർക്കം എത്ര നാളിനകം ഫയൽ ചെയ്യണമെന്നാണ്. വായ്പാ കാലാവധി കഴിഞ്ഞ് 3 വർഷത്തിനകം. 3 വർഷം. അതെവിടാ പറയുന്നതെന്നറിയോ? നമ്മുടെ ആക്ടിനോടൊപ്പമാണ്. ആക്ടിന്റെ കൂടെ പറയുന്നത്. ആക്ടിനോടൊപ്പമാണ്. അത് ആക്ടിന്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞ 3 ഭാഗമുണ്ട്. ആക്ടിന്റെ ഭാഗമാണ് ഷെഡ്യൂൾ, റൂളിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ്. ഇപ്പൊ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് 3 ഭാഗമുണ്ട്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3യിലാണ് ഇത് പറയുന്നത്.
ഷെഡ്യൂൾ 3-ലാണ് ഇത് പറയുന്നത്. ഏത്? പണസംബന്ധമായ തർക്കം കാലാവധി കഴിഞ്ഞ് 3 വർഷത്തിനകം ഫയൽ ചെയ്യണം എന്ന് പറയും. 3 വർഷത്തിനകം ഫയൽ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ രജിസ്ട്രാർ ഗവൺമെന്റ് അതിനകത്തുള്ള ഇളവുകളൊക്കെ പറയും. ആ സമയത്ത് ഫയൽ ചെയ്തോണം, അത്രേ ഉള്ളൂ. അത് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ സമയം തരും, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെ നമ്മുടെ സംഗതി നല്ല കുടിശ്ശിക ഉണ്ടായിരുന്നു. അവസാനം നമ്മളൊരു സെയിൽ ഓഫീസറുടെ പോസ്റ്റും ഒക്കെ എടുത്ത് ആർബിട്രേറ്ററും സെയിൽ ഓഫീസർ അങ്ങനെ ഫയലൊക്കെ ഏൽപ്പിച്ചു. ആർബിട്രേഷൻ ഫീസും ഒക്കെ അടച്ച് നമ്മൾ ഫയലൊക്കെ ഏൽപ്പിച്ച് ആർബിട്രേറ്റർ വന്നു, 2 കൂട്ടരെയും വിളിച്ചു വരുത്തി. ആർബിട്രേറ്റർ 1 വർഷത്തിനകം അവാർഡ് കൊടുത്തു. ഈ അവാർഡ് നമ്മൾ പാർട്ടിക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പീലൊന്നുമില്ല. അപ്പീലിന് പോകണമെങ്കിൽ കേരള കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിലാണ് പോകേണ്ടത്. അങ്ങനെ അപ്പീലിനൊന്നും പോയില്ല. നമ്മളിത് എന്ത് ചെയ്തു? എക്സിക്യൂഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സിക്യൂഷന് EP ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തു. രജിസ്ട്രാർ ഇത് സ്വീകരിച്ചിട്ട് നമ്മുടെ സെയിൽ ഓഫീസർക്ക് ചുമതല. സെയിൽ ഓഫീസർ വന്ന് ആദ്യം ഡിമാൻഡ് നോട്ടീസൊക്കെ കൊടുത്തു, അടയ്ക്കുന്നില്ല. പിന്നീട് തീരെ നിവൃത്തിയില്ലല്ലോ, നമുക്ക് ലേലം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. വസ്തു വീടായിരുന്നു, ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചട്ടം 81 അനുസരിച്ച് വസ്തു ലേലം ചെയ്തു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചട്ടം 81 സ്ഥാപന വസ്തു ലേലം ചെയ്തത്. ചട്ടം 81 അങ്ങനെ വസ്തു ലേലം ചെയ്തു. ചേടാ ലേലത്തിനിട്ടപ്പോ ഉണ്ടറാ ആരും പിടിക്കാൻ വന്നില്ല. ലേലത്തിൽ പങ്കെടുക്കാൻ ആരും വന്നില്ല. 1 തവണ ഇട്ടു, രക്ഷയില്ല. 2ാം തവണ ലേലത്തിന് ഇട്ടു, ആരും വന്നില്ല. 3ാം തവണ സെയിൽ ഓഫീസർ നമ്മുടെ സെക്രട്ടറിയുടെ ഒക്കെ പറഞ്ഞു, സെക്രട്ടറി ബൈലാക്കകത്തെ ഈ സ്വത്തുക്കൾ സമ്പാദിക്കാനുള്ള ക്ലോസ് ഉണ്ടല്ലോ. ഉണ്ട് സാറേ, അതായത് ഉണ്ട് ബൈലായിലെ ക്ലോസ്. ബൈലായിൽ നമ്മൾ സെക്ഷൻ എന്നോ റൂളെന്നോ അല്ല പറയുന്നത്. ബൈലായി പറയുന്ന ഓരോരോ കാര്യങ്ങളും ക്ലോസ് എന്നാ പറയുന്നത്. സെക്രട്ടറി പറഞ്ഞു, സാറേ അതാ ഈ ക്ലോസിലുണ്ട് സാറേ, നമ്മുടെ സംഘത്തിന് പിടിക്കാം. എന്തൊരു കാര്യം ചെയ്യും, അടുത്ത തവണ 3ാമത് ലേലം ഇടുക. ആരും വന്നില്ല. സംഘത്തിലെ സെക്രട്ടറി വരുന്നു, അല്ല സാറേ എനിക്ക് അന്നൊരു അത്യാവശ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, അസിസ്റ്റന്റ് സെക്രട്ടറി അല്ല റിക്കവറി ഓഫീസറെ ചുമതലപ്പെടുത്താം. അങ്ങനെ റിക്കവറി ഓഫീസറെ എൻഡോഴ്സ് ചെയ്ത് ബാങ്കിന് വേണ്ടി ലേലത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു വിട്ടു. ഇത്തവണ ആരും വന്നില്ല. നമ്മുടെ ബാങ്കിന് വേണ്ടി ലേലം അങ്ങ് കൊണ്ട് ആര് കൊണ്ട്? സെക്രട്ടറി കൊണ്ടെന്ന് പറയാം. അങ്ങനെ ബാങ്ക് വസ്തു സ്വന്തമാക്കി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇത് അവിടെ അങ്ങ് ഇട്ടേക്കും, ഒന്നും ചെയ്യത്തില്ല. സംഘത്തിന്റെ പേരിൽ എഴുതി മാറ്റുവോ അല്ല എഴുതി മാറ്റിയതിന് ശേഷം എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് കിടന്ന് പലയിടത്തും അങ്ങ് നശിക്കും. മനസ്സിലായി? പലയിടത്തും ഇതങ്ങ് നശിക്കും. ഇങ്ങനെ പല പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സർക്കാരിന്റെ മുന്നിൽ ഈ പ്രശ്നം വന്നപ്പോൾ ഒരു പുതിയ വകുപ്പ് കൊണ്ടുവന്നു. ആ വകുപ്പാണ് ഞാൻ പറയാൻ പോകുന്ന 56A എന്നുള്ളത്. ഇപ്പോഴെങ്കിലും അല്ല, 2011 ഇത് കൊണ്ടുവന്നു. 2011 ഇപ്പൊ അതിനൊരു ചെറിയ മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. 2011 ഇത് കൊണ്ടുവന്ന ഇതേ ഉള്ളു. മനസ്സിലല്ലേ? ഏതെങ്കിലും ഒരു സഹകരണ സംഘം ലേലം വഴിയോ മറ്റ് നിയമ നടപടികളിൽ കൂടിയോ സ്ഥാപന വസ്തു സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയ തീയതി മുതൽ 7 വർഷത്തിനകം വിറ്റഴിക്കണം. ആരുടെ അനുമതി വേണം? ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറിന്റെയും. ആദ്യം ആരുടെ അനുമതി? ജനറൽ ബോഡിയുടെ, പിന്നെ രജിസ്ട്രാർ. ഒരു സംഘത്തിലെ സ്ഥാപന വസ്തു വിറ്റഴിക്കുന്നതിന് ആരുടെ അനുമതി വേണം? ജനറൽ ബോഡിയുടെ അനുമതി വേണം. ജനറൽ ബോഡി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് രജിസ്ട്രാർ കൊടുക്കും, രജിസ്ട്രാർ അനുമതി തരും, വിറ്റഴിക്കും. ഇതാണ്. മറ്റേതോ ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യത്തില്ല. വേസ്റ്റ് അല്ലേ? വേസ്റ്റ്. അതിന് കൊണ്ടുവന്ന നിയമമാണ് 56A. ഇത്രയേ ഉള്ളൂ. ഒരു സഹകരണ സംഘത്തിൽ എന്നിട്ട് പറയുന്നു, ഒരു സഹകരണ സംഘത്തിലെ നോൺ ബാങ്കിങ് അസറ്റ് എത്ര വർഷത്തിനാണ് ഡിസ്പോസ് ചെയ്യണമെന്ന് 56A പറയുന്നത്. ഈ നോൺ ബാങ്കിങ് അസറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സംഘം സ്വന്തമാക്കിയിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപന വസ്തുക്കളായിരിക്കും. ഒന്നുകിൽ അത് ലേലം വഴിയായിരിക്കും, അല്ലെ മറ്റ് നിയമപരമായ നടപടികളിൽ കൂടി നമ്മുടെ സഹകരണ സംഘം സ്വന്തമാക്കിയിരിക്കുന്ന സ്ഥാപന വസ്തു. മനസ്സിലാല്ലേ? ആ സ്ഥാപന വസ്തു ഇടയ്ക്ക് എന്തോ കാള് കയറി വരും. ആ സ്ഥാപന വസ്തു സ്വന്തമാക്കിയ തീയതി മുതൽ 7 വർഷത്തിനകം വിറ്റഴിക്കണം. ആരുടെ അനുമതിയോടുകൂടി? ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറിന്റെയും. ഇത്രയുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വസ്തു, ഒരു കുടിശ്ശികക്കാരന്റെ വസ്തു ലേലത്തിനിട്ട് ആരും പിടിച്ചില്ല. അവസാനം
നമ്മുടെ സംഘം പിടിച്ചു. സംഘത്തിന്റെ പേര് കിടക്കുക. അതങ്ങനെ അങ്ങനെ 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 കിടന്ന് അങ്ങ് വർഷങ്ങളോളം പോകുന്ന പതിവുണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഈ ഭേദഗതി അനുസരിച്ച് ഏതെങ്കിലും ഒരു സഹകരണ സംഘം ലേലം വഴിയോ മറ്റ് നിയമപരമായ നടപടികളിൽ കൂടിയോ ഏതെങ്കിലും സ്ഥാവര വസ്തു കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൈവശപ്പെടുത്തിയ നാൾ മുതൽ 7 വർഷത്തിനകം വിറ്റഴിക്കണം. വിറ്റഴിച്ച് മുതൽ കൂട്ടണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഘത്തിന്റെ വസ്തു വിൽക്കണ ആരുടെ അനുമതി വേണം? ആദ്യം ജനറൽ ബോർഡിയുടെ, പിന്നെ രജിസ്ട്രാറുടെ. ഇത്രയേ ഉള്ളൂ പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? വേറെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊക്കെ ഇങ്ങനെ ലേലം ചെയ്ത് ഇട്ടിരുന്നു കഴിഞ്ഞാലേ അവിടെ ഒന്നും ചെയ്യത്തില്ലെന്നേ. അവിടെ ഒന്നും ചെയ്യത്തില്ല. അത് ഇങ്ങനെ ഇട്ടേക്കും. സാറേ, ഈ വസ്തു ബാങ്കിന്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുമോ? അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത്. എത്രയുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇത് 2011 ഇത് കൊണ്ടുവന്നത്. ഈ നിയമം കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സർക്കാരിനെ ഈ അടുത്തിടെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ, ഞങ്ങളുടെ ജില്ലയിലെ നടക്കൽ എന്ന് പറയുന്ന സർവീസ് സഹകരണ ബാങ്കുണ്ട്. നടക്കൽ, കടക്കലും ഉണ്ട്, നടക്കലും ഉണ്ട്. കടക്കൽ ഇത്തവണ നല്ല ബാങ്കിനുള്ള അവാർഡ് കിട്ടിയ ബാങ്കാണ് കടക്കൽ. ഇത് നടക്കല. ഈ നടക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ശ്രീ ഗണേശൻ എന്ന് പറയുന്ന വ്യക്തി. ആ പ്രസിഡന്റ് പറഞ്ഞു, ഞാന് ഞങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ച് തുടങ്ങുന്നത് ഇങ്ങനെ എടുത്ത സ്ഥലത്ത് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഒരു ബ്രാഞ്ച്, നല്ല സ്ഥലമാണ് ലേലത്തിൽ പിടിച്ചത്. ആ സ്ഥലത്ത് ഞങ്ങൾ ബ്രാഞ്ച് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. ജെയർ ഓഫീസ് അനുവദിക്കുമെന്ന്. ജെയർ പറഞ്ഞു അനുമതി തരത്തില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ 2024 ഈ ഭേദഗതി നിയമമൊന്നും ഇല്ല. പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ അനുമതി ഒന്നും തരണ്ട, നിങ്ങൾ നല്ല കാര്യത്തിനൊന്നും അനുമതി തരത്തില്ല. എന്തായാലും ശരി, ഞാൻ ബ്രാഞ്ച് തുടങ്ങും, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം അനുമതി അങ്ങ് തുടങ്ങി. ഈ ബ്രാഞ്ചിന്റെ പണി അങ്ങ് തുടങ്ങി. ബ്രാഞ്ച് അങ്ങ് നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് ആരെ കൊണ്ടുവന്നറിയോ? സാക്ഷാൽ സഹകരണ മന്ത്രിയെ. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ കൊല്ലത്ത് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് കയറി ഇറങ്ങി നടന്നു, എനിക്ക് അനുമതി കിട്ടിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രദ്ധപ്പെടുത്തുകയാണ്, ഈ നിയമങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് മാറ്റണം. ഈ സംഘത്ത് സ്വന്തമാക്കിയിരിക്കുന്ന വസ്തു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊന്ന് ചിന്തിക്കണേ എന്ന് പറഞ്ഞു. സർക്കാരിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ശ്രീ ഗണേശന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് 7/6/2024 നമ്മുടെ അമെൻമെന്റ് ആക്ടിൽ, നമ്മുടെ ഏറ്റവും പുതിയ അമെൻമെന്റ് ആക്ടിൽ ഇത് കൊണ്ടുവന്നു. മനസ്സിലായി? അതായത് സംഘത്തിന്റെ ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി, നേരത്തെ ചോദിച്ച പോലെ സംഘത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യാം. അതിന് രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം. ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യം ജനറൽ ബോഡിയിൽ, ഇവിടെയും ജനറൽ ബോഡി വേണം, പറയേണ്ട കാര്യമില്ല. അപ്പൊ ജനറൽ ബോഡിയുടെ അനുമതിയോടുകൂടി ജനറൽ ബോഡി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് രജിസ്ട്രാർക്ക് അയക്കുന്നു. രജിസ്ട്രാർ അനുമതി കൊടുത്തേ പറ്റും. സംഘത്തിന്റെ ലക്ഷ്യമാണല്ലോ ശാഖകൾ ആരംഭിക്കുക എന്നുള്ളത്. അപ്പൊ ശാഖകൾ ആരംഭിക്കുക. സംഘത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കാം. എന്ന് പോലെ ഉപയോഗിക്കാം. അനുബന്ധ സ്ഥാപനങ്ങളും മറ്റെന്തെങ്കിലും തുടങ്ങാനും എല്ലാ സ്ഥലവും ഉപയോഗിക്കാന്നാ പറയുന്നത്. ഇങ്ങനെ പറയട്ടെ 7/6/2024 മുതൽ കേരളത്തിൽ അനുബന്ധ സ്ഥാപനം എന്ന് പറയുന്ന പണിയില്ല. അത് നിർത്തി. അതറിഞ്ഞില്ലേ? 14A അനുസരിച്ച് ഇനി അനുബന്ധ സ്ഥാപനം ഇല്ല. സർക്കാർ പേടിച്ചുപോയി. അങ്ങനെയല്ല, അനുബന്ധ സ്ഥാപനങ്ങൾ വെച്ചാല് ബാക്കി ഇങ്ങനെ ഇതില്ലേ, മറ്റ് നീതി സ്റ്റോറോ നന്മ സ്റ്റോറോ അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതെ. ഓക്കെ. നമ്മുടെ ബൈലായിലും ഓബ്ജക്റ്റ് പറയല്ലോ. ആദ്യം സംഘത്തിന്റെ ബൈല എടുത്ത ആദ്യം സംഘത്തിന്റെ പേര്, അഡ്രസ്, പിന്നെ ലക്ഷ്യം പറയത്തില്ലേ? ആ മൂന്നാമത് പറയുന്ന ലക്ഷ്യത്തിനകത്തുള്ള ഏത് പരിപാടിക്ക് ഉപയോഗിക്കാം. ആരുടെ അനുമതി വേണം? ജനറൽ ബോർഡ് അനുമതിയോടുകൂടി രജിസ്ട്രാറിന്റെ അടുത്ത് കൊടുക്കണം. രജിസ്ട്രാർ അനുമതി കൊടുത്തേ പറ്റൂ. കാര്യം നമ്മുടെ 56A ഭേദഗതി കൊണ്ടുവന്നു. നേരത്തെ എന്താ കൊല്ലം ജില്ലയിലെ നടക്കൽ സർവീസ് സഹകരണ ബാങ്കിന് ബഹുമാനപ്പെട്ട കൊല്ലത്തെ ജെയർ എന്ന അനുമതി നിഷേധിച്ചത് എന്താ? അത് നിയമത്തിലില്ലായിരുന്നു. അതാണ് അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് ഞാനും ഉണ്ടാവും. ഉദ്ഘാടനത്തില് ഞാനും ഉണ്ടായിരുന്നു. ഞാനവിടെ ജോലി ചെയ്യുകയാണ്. ഞാൻ ഏറെയായിട്ടൊന്നും ജോലി ചെയ്യുക. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കുന്ന സംഘത്തിനും ബാക്കിയുള്ളവർക്കും സഹകാരികൾക്കും നേട്ടം വരത്തക്ക രൂപത്തിൽ വേണമല്ലോ. മിനിസ്റ്റർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക.
മിനിസ്റ്ററോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ എൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ അവർ അനുമതി എന്നില്ല, നിയമത്തിലില്ലെന്ന് അവർ പറയുന്നു. എനിക്ക് JR ഇവിടെ ഇരിപ്പുണ്ട്, JRനോട് വ്യക്തിപരമായിട്ട് അടുപ്പമാണുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ സംഘത്തിനും സഹകാരികൾക്കും ഗുണം വരുന്ന രൂപത്തിൽ നിയമം ഒന്ന് തിരുത്തേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഉടൻ തന്നെയാണ് അതിന് ആ ഒരു ഭേദഗതി വന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മുടെ സംഘത്തിന്റെ ഓബ്ജക്റ്റീവ്സിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യത്തിനും വിനിയോഗിക്കാം. അതിനുവേണ്ടി ആദ്യം ആരുടെ അനുമതി വേണം? ജനറൽ ബോഡിയുടെ. പിന്നീട് ആരുടെ അനുമതി വേണം? രജിസ്ട്രാറുടെ അംഗീകാരം വേണം. അത്രയേ ഉള്ളൂ. ഇതാണ് 56A, ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. 2 പോയിന്റ്. എത്ര വർഷത്തിനകം വിറ്റഴിക്കണം? 7 വർഷത്തിനകം. ആരുടെ അനുമതി വേണം? ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറിന്റെയും. ഇനി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിനിയോഗിക്കുന്നതിനോ ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി ഉപയോഗിക്കാം. 2024 അമെന്റ്മെന്റ്. ഓക്കെ, എത്രയുള്ള 56A? ഇത്രയുള്ളൂ. സംശയമൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചു. ഇല്ല. 7/6/24 സർ. അത് തീയതി ഓർക്കണമെന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാനില്ലേ അതായത് നമ്മുടെ ഈ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിയമം ആദ്യം അമെന്റ് ചെയ്ത് 1971 എന്നാ 71. അവസാനത്തെ അമെന്റ്മെന്റ്, ആദ്യത്തെ അമെന്റ്മെന്റ് 1971. 69 നിയമം വന്നേ. അതായത് ഒന്നുകിൽ 7 കൊല്ലത്തിനുള്ളിൽ അത് വിറ്റഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കിന് ഉപകരിക്കാൻ തരത്തിൽ അത് ഉപയോഗിക്കണം. അതായിരിക്കും അല്ലേ? അതെ. അത് എന്നത്തെ അമെന്റ്മെന്റിലാന്ന് ചോദിച്ചാൽ 7/6/2024 അമെന്റ്മെന്റിലാ വന്നെന്ന്. ഈ രണ്ടാമത്തത് മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. അതായത് 56A അനുസരിച്ച് ഇങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംഘം അക്വയർ ചെയ്താൽ, നേടിയെടുത്താൽ, സ്വന്തമാക്കിയാൽ അത് 7 വർഷത്തിനകം വിറ്റഴിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംഘത്തിന്റെ പ്രവർത്തനത്തിന് വിനിയോഗിച്ചു കൂടായിരുന്നു. മനസ്സിലായോ? പക്ഷെ 7/6/2024 ഭേദഗതി അനുസരിച്ച് 7 വർഷത്തിനകം വിറ്റഴിക്കാം. മറിച്ച് വിറ്റഴിക്കുന്നില്ല, സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെ അനുമതി വേണം, രണ്ടിനും. അത്രേ ഉള്ളൂ. കാര്യം ചുമ്മായിട്ട് അത് നശിപ്പിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ ഉദ്ദേശം. അത് 24 അമെന്റ്മെന്റ് ആക്ട് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത്രയുള്ള 56A പറയുന്ന ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. ഫസ്റ്റ് അമൈൻമെന്റ് ഏതാ ചോദിച്ചോ? ഫസ്റ്റ് അമൈൻമെന്റ് അതെ, നമ്മൾ ചോദിക്കത്തില്ല. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 69 വന്ന ആദ്യത്തെ അമെന്റ്മെന്റ് 71. അവസാനത്തെ അമെന്റ്മെന്റ് 2024. നാളെ ഇതുവരെ കേരള സഹകരണ നിയമത്തെ 22 തവണ അമെന്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായ അമെന്റ്മെന്റ് 22 നടന്നിട്ടുണ്ട്. ആദ്യത്തെ അമെന്റ്മെന്റ് 71, അവസാനത്തെ അമെന്റ്മെന്റ് 2024. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ നാളെ ഇതുവരെ 22 തവണ അമെന്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള അമെന്റ്മെന്റ് 22 നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു സഹകരണ സംഘത്തിന്റെ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക? ഫണ്ട് മീൻസ് മണി ഓഫ് എ സൊസൈറ്റി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് നിങ്ങൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആദ്യം കേട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് എന്നാണ് ഫണ്ടിന്റെ നിക്ഷേപം. എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക നോക്കിയേ. നമ്മൾ ചിട്ടിയുടെയും ബാക്കിയുള്ള കാര്യം ചിട്ടിയൊന്നും ഉപയോഗിക്കുന്നില്ല. MDS-നോ MMBS-നോ GDS-നോ GDCS-നോ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ പറയപ്പെടുന്ന ഫണ്ടെല്ലാം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന? ആദ്യം ഒന്ന്, ഗവൺമെന്റ് സേവിങ്സ് ബാങ്ക്. എക്സാമ്പിൾ നോക്കിയേ, നമ്മളോട് പറയാം എവിടെ കൊണ്ടുപോയി ഇടാൻ? ട്രഷറി സേവിങ്സ് ബാങ്കിൽ, അല്ലെങ്കിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ. എന്താ അങ്ങനെ പറയുന്നത്? ഈ നിയമം കിടക്കുന്നുണ്ടോ? ഈ നിയമത്തിൽ എന്താ പറയുന്നത്? 57 ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്. ഒരു സംഘത്തിന്റെ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ആദ്യത്തെ ഓപ്ഷൻ ഗവൺമെന്റ് സേവിങ്സ് ബാങ്ക്. ഗവൺമെന്റ് സേവിങ്സ് ബാങ്കിന് നല്ല എക്സാമ്പിൾ 2 ഞാൻ പറയുന്നു. ഒന്ന് ട്രഷറി സേവിങ്സ് ബാങ്ക്, മറ്റൊന്ന് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഇത് രണ്ടുമാണ് ബെസ്റ്റ് എക്സാമ്പിൾ. എത്രയുള്ളൂ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർ ലോ സെക്യൂരിറ്റീസിലോ 1882 1882 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല.
മൂന്നാമതായിട്ട് മനസ്സിലായി, നമ്മുടെ രജിസ്ട്രാർ പ്രത്യേക ഉത്തരവ് വഴിയോ പൊതുവായ ഉത്തരവ് വഴിയോ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഷെയറിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. നാലാമതായിട്ട് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏത് ബാങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫിനാൻസിങ് ബാങ്ക്. അതുകൊണ്ടല്ലേ പ്രൈമറി സംഘക്കാർ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? DCBയിൽ. ഇപ്പൊ DCBയിൽ 29/11/2019 മുതൽ കേരള ബാങ്കാണ് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫിനാൻസിങ് ബാങ്ക്. അതാ. അതുകൊണ്ട് ഇനി ബാങ്ക് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളു 57. ഒന്നുമില്ല. 57 പറഞ്ഞിരിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? പ്രധാനമായിട്ടും ഗവൺമെന്റ് സേവിങ്സ് ബാങ്കിൽ, 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റീസിൽ, ഏതെങ്കിലും ഷെയറോ സെക്യൂരിറ്റീസോ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നതിനകത്ത്, പിന്നെ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസിങ് ബാങ്കാണ് പ്രധാനമായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ 57. അവിടെ ഒന്നുമില്ല. നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫണ്ടൊക്കെ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കേരള ബാങ്കിലും ഡിഡിയുടെ മറ്റുമൊക്കെ സെക്യൂരിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ട്രഷറി സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇതാണ്. അടുത്തുള്ള ICIC ബാങ്കിലോ അല്ലെ ആക്സിസ് ബാങ്കിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ, നമ്മുടെ നോട്ട് നിരോധനം വന്നപ്പോൾ അതിന് ചെറിയ അനുമതിയൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ആ സമയത്ത് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. ഉണ്ട്, അതിനുള്ള ചില അനുമതിയൊക്കെ അന്നേരം കൊടുത്തിരുന്നു. നമ്മളിപ്പോൾ നിയമം പറയുമ്പോൾ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുള്ളൂ 57. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല, അടുത്ത ദിവസമേ പറയുന്നുള്ളൂ. 57A, 57B, 57C, 57D, 57E എന്ന് പറഞ്ഞ 4 കാര്യമുണ്ട്. മനസ്സിലായി? ഡി കഴിഞ്ഞ് ഇപ്പൊ പുതിയ ഇ, ഇങ്ങനെ 5 സാധനമുണ്ട്. 57A, 57B, 57C, 57D, 57E, ഇങ്ങനെ 5 കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. മനസ്സിലായി? അതോടൊക്കെ ആകുമ്പോൾ ആ ചാപ്റ്റർ തീരും. ഓക്കെ, 57A എന്താന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഇതിവിടെ പഠിപ്പിച്ചില്ലെങ്കിലും വേറൊരു സ്ഥലത്തൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. മനസ്സിലായ? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് 57A. 57B ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 57C കൺസോർഷ്യം ലെൻഡിങ് സ്കീം. 57D നിങ്ങൾക്കറിയാവുന്ന കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 57A, 57B, 57C, 57D, 57E, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. എന്നിട്ട് പറയുന്നു 57A ദ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57B ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 57C കൺസോർഷ്യം ലെൻഡിങ് സ്കീം. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അതെന്തായാലും നമ്മൾ പഠിച്ചേ പറ്റൂ. 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഒന്നുകൂടി, 57A കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57B ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 57C കൺസോർഷ്യം ലെൻഡിങ് സ്കീം. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഒന്നുകൂടി, 57A കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57B ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡിപ്പോസിറ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നയാ. നമുക്കറിയാം, ഇപ്പൊ 5 ലക്ഷം രൂപ വരെയുള്ള ഡിപ്പോസിറ്റിന് ഗ്യാരണ്ടി കൊടുക്കും. അതിനെ കുറിച്ചാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. 57C കൺസോർഷ്യൽ ലെൻഡിങ് സ്കീം. 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. ഇപ്പോഴും റിസ്ക് ഫണ്ടിനകത്ത് നമ്മൾ 3 ലക്ഷം രൂപ വരെ പരമാവധി വായ്പ കൊടുക്കും, പരമാവധി ആനുകൂല്യം കൊടുക്കും. അതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് അടുത്തത്. 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം, സഹകരണ പുനരുദ്ധാരണ ഫണ്ട്. ഈ 5 സ്കീമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുക. എന്താണ് ഈ 5 ഫണ്ടിന്റെ ഒരു ഒറ്റ പ്രത്യേകത? ഈ 5 സ്കീമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 5 സ്കീമിന് ഒറ്റ പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഒന്നുമില്ല, ഈ 5 സ്കീമും ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എത്രയാണ്? ഈ 5 സ്കീമും ഗവൺമെന്റിന്റെ, അത്രയേ ഉള്ളൂ, അല്ലേ? ഈ 5 സ്കീമും ഗവൺമെന്റിന്റെ ആണേ. മനസ്സിലായ? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് മുതൽ കോപ്പറേറ്റീവ്, മനസ്സിലായി? ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കൺസോർഷ്യൽ ലെൻഡിങ് സ്കീം, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്. ഓർഡറിലല്ല. ഈ 5 സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
ഈ 5 സ്കീമും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഗവൺമെന്റാ. എതിരാണ്. മനസ്സിലായ? നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ആയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റാ അല്ലേ? 3 ലക്ഷം രൂപ വരെ നമ്മുടെ മരണപ്പെട്ട വ്യക്തിക്ക് 3 ലക്ഷം രൂപ വരെ കൊടുക്കാം, ഗവൺമെന്റാ പറഞ്ഞേ. ചികിത്സാ ധനസഹായം 1,4 ലക്ഷം രൂപ, ഗവൺമെന്റ് ഓർഡറാ. ഇതാണ്. അപ്പൊ ഈ 5 സ്കീം ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റാണ്. ഈ 5 സ്കീമിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ദിവസം പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ചെറിയ നോട്ട്സ് ഞാൻ ഇന്നുള്ളത് നിങ്ങൾക്ക് ഇടും, അതുകൂടെ നോക്കണം. അപ്പോൾ അതങ്ങ് പഠിക്കും. അല്ല, ഇതിനകത്തങ്ങ് വലിയ സംഭവമൊന്നും ഇല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ. എന്തൊരു സംശയം ഉണ്ടോ ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ.